പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഒരു ലൈവ് നടത്തുകയാണ്. കാരണം 2 ദിവസം മുമ്പ് വില്യം മാരിയം ബ്രൺഹാം ദുരുപദേശകനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്ദേശത്തിൽ എൻ്റെ മെസ്സേജിൽ 18 വർഷത്തോളം വിശ്വസിച്ച് നിന്ന് ഒടുവിൽ ഇതെല്ലാം തെറ്റാണ് എന്ന് പിന്നത്തേത് ബൈബിൾ അപഗ്രഥിച്ച് പഠിച്ചതിന് ശേഷം മനസ്സിലായതുകൊണ്ട് അത് വിട്ട് പുറത്തേക്ക് പോയ വ്യക്തി കോട്ടയത്തുള്ള ബ്രദർ ജോസ് വർഗീസ്. ഇപ്പോൾ അദ്ദേഹം ജീസസ് ഒള്ളി, അതായത് യേശുവിൻ നാമസഭയുമായി ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ അബ്രഹാം കുട്ടി പാസ്റ്റർ ബോംബെയിലുള്ള എന്നെ വിളിക്കുകയും നമ്മൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ലൈവ് നടത്തുകയും ചെയ്തു. ആ ലൈവിൽ അവർ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഖണ്ഡിച്ചിരുന്നു. എങ്കിലും 2 ദിവസം കൂടെ കഴിഞ്ഞ ശേഷം അവർ വീണ്ടും ഒരു ലൈവ് ചെയ്തു. ബ്രൺഹാമിസ്റ്റ് ആയിരുന്ന ജോസ് വർഗീസ് അത് തെറ്റാണെന്ന് ബോധ്യമായപ്പോൾ അവിടെ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൈവ് ചെയ്തിരുന്നു. അതിനകത്തും പറയുന്നത് ശുദ്ധ ഭോഷ്കും മണ്ടത്തരവും ആത്മീക അന്ധത ബാധിച്ചതും ആയതുകൊണ്ട് വീണ്ടും അതിനെ ഒന്നുകൂടെ എന്താണെന്ന് ജനങ്ങൾക്കായിട്ട് ഒന്ന് വിശദീകരിക്കണം തോന്നിയത് കൊണ്ടാണ് ചെയ്തത്. കാര്യം അവർ പറയുന്ന അനേകം പേർ എൻ്റെ മെസ്സേജിൽ നിന്ന് വിട്ടുവരുന്നുവെന്ന്. ആ വിട്ടുവരുന്നവരുടെ പേര് ഒന്ന് പറഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു, എത്ര പേര് വന്നു എന്ന് അവരെ ഒന്ന് കാണിച്ചെങ്കിൽ. ഓക്കെ, അപ്പോൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് വില്യം മാരിയം ബ്രൺഹാമിൻ്റെ മിനിസ്ട്രി അല്ലെങ്കിൽ അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചതല്ല എന്നും അതല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ നടന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് പറയുവാനായി അവർ എടുക്കുന്ന വചനങ്ങൾ ഏതെന്ന് ശ്രദ്ധയോടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആരാണ് ദുരുപദേശം പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അന്നത്തെ ലൈവിൽ പറഞ്ഞിരുന്നത് ഞാൻ എന്തുകൊണ്ടാണ് വില്യം മാരിയം ബ്രൺഹാമിലൂടെ ദൈവം ചെയ്ത ശുശ്രൂഷയെ വിശ്വസിക്കാനുള്ള കാരണം എന്നത് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്നാമത് മലാഖി 4:5-6 അത് അപ്പന്മാരുടെ ഹൃദയം വിശ്വസിക്കും. ഈ കാലത്ത് പുതിയ നിയമത്തിൻ്റെ അപ്പോസ്തലന്മാരായ അപ്പന്മാർ 1 കൊരിന്ത്യർ 4:15-16 പറയുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയവരാണ് ഇന്ന് ഭൂമിയിലുള്ള സകല ക്രിസ്ത്യാനികളും. 99% ക്രിസ്ത്യാനികളും അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിൽ നിന്നും തെറ്റാണ്. ഈ യേശുനാമ സഭ UPC അങ്ങനെ എന്തൊക്കെയുണ്ട്, ഇവർ പോലും അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അല്ല, തെറ്റാണ്. ഇതിനകത്ത് അബ്രഹാം കുട്ടി പാസ്റ്റർ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അതിനും കൂടെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അവർ തന്നെ സംസാരിക്കുന്ന വീഡിയോ കാണിച്ചുകൊണ്ടാണ് ഞാനിത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മറുപടി പറയുകയാണ്. അബ്രഹാം കുട്ടി പാസ്റ്റർ ചോദിക്കുകയും ചെയ്ത് പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ നൽകിയ ഉപദേശത്തിന് അധികമായി ഇനി എന്താണ് വില്യം മാരിയം ബ്രൺഹാം നൽകിയത്? അങ്ങനെ വില്യം മാരിയം ബ്രൺഹാം പറയുന്നത്, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, കേട്ടില്ലെങ്കിൽ നരകത്തിൽ പോകും. അത് എന്തുകൊണ്ടാണെന്ന് ജോസ് ബ്രദറിനോട് ചോദിക്കുന്നു. അദ്ദേഹം ശരിയായ ആൻസർ അല്ല പറഞ്ഞത്. ഒരു കാര്യം പറഞ്ഞു, ശരിയാണ്. എന്താണ്? അവർ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തെ ഖണ്ഡിക്കുന്നില്ല. തീർന്നില്ല അവിടെ, എല്ലാം അവിടെ അടങ്ങിയിരിക്കുന്നു. ബൈബിൾ പുതിയ നിയമസഭയിൽ പഠിപ്പിച്ചിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. യോഹന്നാൻ 17:20 യേശു വ്യക്തമായി ഒരു പ്രാർത്ഥനയായിട്ട് പറയുന്നു, ഇവരുടെ, അതായത് അപ്പോസ്തലന്മാരെ അയക്കാൻ, ശുശ്രൂഷയ്ക്ക് അയക്കാൻ പോകുന്ന അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുകയാണ്, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോസ്തലന്മാർ നമുക്ക് പറഞ്ഞു തന്നതിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ യേശു മധ്യസ്ഥ വഹിക്കുന്നുള്ളൂ, മറ്റാർക്കും വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നില്ല. എന്നാൽ അതിന് വിരുദ്ധമാണ് ഭൂമിയിലെ 99% ക്രിസ്ത്യാനികൾ എന്ന് അവർ സ്വയം അവകാശപ്പെടുകയും മനുഷ്യർ ക്രിസ്ത്യാനികൾ എന്ന് പറയുകയും ചെയ്യുന്നവർ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം യേശുവേ. ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യൻ എളിമയിൽ നിന്നുകൊണ്ട് ദൈവം എളിമയിൽ തന്നെ ഒരു മനുഷ്യനിലൂടെ വെളിപ്പെടുത്തി. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവം ഇന്നുവരെയും ഒരു ജ്ഞാനിയെയോ പണ്ഡിതനെയോ അല്ലെങ്കിൽ ലോകം ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള ഒരു വ്യക്തിയെ ഉപയോഗിച്ചില്ല. എന്നാൽ പൗലോസിനെ ഉപയോഗിച്ചപ്പോൾ അവൻ്റെ സകല പാണ്ഡിത്യവും ചപ്പും ചവറുമെന്ന് കണ്ട് കളഞ്ഞിട്ട് അവൻ പറഞ്ഞു, ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ജാതികളോട് അറിയിക്കണമെന്ന് ദൈവത്തിന് എന്നിൽ പ്രസാദം തോന്നിയപ്പോൾ ഞാൻ യെരുശലേമിലേക്കോ അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് പോയില്ല. അതായത് ഒരു പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോയില്ല, ആരുമില്ലാത്ത അറബിലേക്ക് പോയി അവിടെ ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചതെന്ന്. കർത്താവേ, ഇന്ന് ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ കർത്താവ് വില്യം മാരിയം ബ്രൺഹാമിലൂടെ നൽകിയ ആ എളിമയുടെ സുവിശേഷം, നോഹ, മോശ,
യോഹന്നാൻ സ്നാപകൻ, പ്രവാചകന്മാർ, പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാർ, ഇവരൊന്നും പണ്ഡിതന്മാരായിരുന്നില്ല. മോശ പണ്ഡിതനായിരുന്നു. പക്ഷേ മോശയുടെ പാണ്ഡിത്യപ്രകാരം മിസ്രൈം ജനത്തെ വിടുവിക്കാൻ ശ്രമിച്ചപ്പോൾ അവസാനം അവന് 40 വർഷം മൗനമായിരിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് എൻ്റെ ഭുജം, അതായത് എൻ്റെ കരം നിന്നെ താങ്ങിക്കൊള്ളും. ഇന്നും ഒരു എളിയ മനുഷ്യനിലൂടെ കർത്താവെ അങ്ങ് ചെയ്തിരിക്കുന്നത് ലോകം തെറ്റായി പഠിപ്പിക്കുന്നു. അവർ അതിനെ തെറ്റാണെന്ന് കാണിക്കാനെടുക്കുന്ന വചനമോ അതും ആത്മീക അന്ധത ബാധിച്ച് അത് ഏത് കാലത്തെ വചനമാണ്, എന്താണ്, എപ്പോഴാണ്, ആർക്ക് വേണ്ടി എഴുതിയതാണ് എന്നുപോലും അറിയാതെ അന്ധത പിടിപ്പിക്കുന്നു ലോകത്തെ. അതിനുള്ളിൽ കർത്താവെ അങ്ങയുടെ ആടുകളുണ്ടെങ്കിൽ അവർക്കിത് ഗ്രഹിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. വില്യം മാരി ബ്രൻഹാം 7-ാം സഭാദൂതൻ എന്നാണ് എല്ലാവരും പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത്. അതെ, അങ്ങനെ ധാരാളം പേര് പഠിപ്പിക്കുന്നുണ്ട്. ഈ സന്ദേശത്തിൻ്റെ കീഴിലും അനേകം പേർ പഠിപ്പിക്കുന്നു 7th ഏഞ്ചൽ അല്ലെങ്കിൽ 7ാമത്തെ ദൂതൻ വില്യം ബ്രൻഹാമാണെന്ന്. ശുദ്ധ ഭോഷ്കാണ്. കാര്യം വില്യം മാരി ബ്രൻഹാം തന്നെ പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സഭയും വീണു പോകുന്നതായി ഞാൻ കാണുന്നു എന്ന് സംസാരിച്ചിട്ടുണ്ട്. മെസ്സേജിലുണ്ട്, കോട്ടിങ്സിലുണ്ട്. അങ്ങനെ ഈ ചർച്ചകളും ധാരാളം ഡൈവേർഷൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അനേകം പേർ വില്യം ബ്രൻഹാം ദൂതൻ എന്ന് തന്നെ പറയുന്നു. വില്യം ബ്രൻഹാം അല്ല ദൂതൻ, ദൈവത്തിൻ്റെ വലത് കൈയിലാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് 7 നക്ഷത്രം, 7 ഏഞ്ചൽ. ആ ഏഞ്ചൽ ഭൂമിയിലേക്ക് വന്ന് താൻ ആ ശുശ്രൂഷ ചെയ്യുവാനായി ഒരു ബോഡിയെ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുക്കുകയും ആ ബോഡിയെ ദൈവം ശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു ബോഡി ആണ് വില്യം മാരിയം ബ്രൻഹാം. എന്നാൽ ജനനം മുതലേ വ്യത്യാസമുണ്ട്. ദൈവം ഉപയോഗിച്ച ഒരു എളിയ മനുഷ്യനാണ്. അധികം വിദ്യാഭ്യാസമൊന്നുമില്ല, ലോകം അറിയുന്ന ആളൊന്നും ആയിരുന്നില്ല. പക്ഷേ നോഹ അങ്ങനെ തന്നെ ആയിരുന്നു, അപ്പോസ്തലന്മാർ അങ്ങനെ തന്നെയായിരുന്നു, യോഹന്നാൻ സ്നാപകൻ അങ്ങനെ ആയിരുന്നു. ബൈബിൾ പണ്ഡിതന്മാരെ നോക്കി യോഹന്നാൻ സ്നാപകൻ വിളിച്ചത് ബൈബിൾ വിദ്യാഭ്യാസമില്ലാതെ വനത്തിൽ നിന്ന് കയറി വന്ന് വിളിച്ച പാമ്പുകളെ, തേളുകളെ, സർപ്പസന്തതികളെ നിങ്ങളുടെ നരകവിധി എങ്ങനെ ഒഴിയും. ഇന്നും ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും ലോക ക്രിസ്ത്യാനികൾ ബൈബിൾ ജ്ഞാനികളാണ്, പണ്ഡിതന്മാരാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒന്നിട്ട് അബ്രഹാം കുട്ടി പാസ് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞാനത് മറുപടി പറയുന്നുണ്ട്. ബൈബിൾ കോളേജ് സാത്താന്യം എന്നൊരു വിഷയം ഞാൻ നേരത്തെ ലൈവ് ചെയ്തിരുന്നു. ഈ സഭകൾ എന്തുകൊണ്ട് തെറ്റുന്നു, അവരുടെ പഠിപ്പീര് എന്തുകൊണ്ട് തെറ്റുന്നും ഈ വില്യം മാരി ബ്രൻഹാമിലൂടെയാണ് കർത്താവ് അതിനെ കാണിച്ചു തന്നത്. അത് ശരിയോ തെറ്റെന്നുള്ളത് വചനപ്രകാരം തന്നെ ഞാൻ സംസാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ഈ 7ാം സഭാദൂതനെക്കുറിച്ച് ജോസ് വർഗീസ്, കോട്ടയം, 18 വർഷം മെസ്സേജിലുണ്ടായിരുന്ന ആൾ, ഇതിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്ന ദുരുപദേശം എന്താണ്? വില്യം മാരിയം ബ്രൻഹാം ദുരുപദേശകനാണെന്ന് കാണിക്കുവാനായി അദ്ദേഹം എടുക്കുന്ന വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏത് കാലത്തേക്കുള്ള നോക്കുക, ഏത് കാലത്തേക്കുള്ള വചനമാണ് എവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നത് നോക്കുക. അങ്ങനെ കണക്ട് ചെയ്തിട്ടും അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടും ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു ജനം ഈ ലവോദിക്ക കാലത്ത് ഉണ്ടാകുമെന്ന് വെളിപ്പാട് പുസ്തകം 3:14 മുതൽ താഴേക്ക് പറയുന്നുണ്ട്. ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല, അതായത് എനിക്ക് ബൈബിളെല്ലാം അറിയാം, ജ്ഞാനിയാണ്. എന്നാൽ വാസ്തവത്തിൽ അവർ അരിഷ്ടരും നഗ്നരും കുരുടരും ആത്മീക അന്ധരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ആത്മീക അന്ധരായിരിക്കുന്നു ദൈവം അവരെക്കുറിച്ച് പറയുന്നു. അതുപോലത്തെ ഒരു വ്യക്തിയാണ് ഈ ജോസ് വർഗീസ്. അബ്രഹാം കുട്ടി പാസ്റ്റർ അങ്ങനെ തന്നെ അതിനുശേഷം ലൈവ് ചെയ്ത 2 ഉണ്ടായിരുന്നു. ചില ക്ലിപ്പുകൾ ഞാൻ എടുക്കുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞത് ശുദ്ധ ഭോഷ്കും മണ്ടത്തരവുമാണ്. പിന്നെ ഇവരെടുത്തുകൊണ്ട് വന്നതെല്ലാം 77 സംഭവിച്ച് തീരുമെന്ന് പറഞ്ഞത്. അതിൻ്റെ നിജസ്ഥിതി അന്ന് പറഞ്ഞിരുന്നു. ബൈബിളിലും അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ 3 ടൈപ്പ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടും യഹോവ സംസാരിച്ചു, യേശു സംസാരിച്ചു, അപ്പോസ്തലന്മാർ സംസാരിച്ചിരിക്കുന്നു. ആ കോട്ടിങ്സ് കൂടെ അന്ന് 1-2 പറഞ്ഞിട്ടുള്ളൂ, കുറെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും ഇന്ന് ലോകം തെറ്റിച്ചിരിക്കുന്നു. തലയിൽ മൂടുപടം വേണം എന്ന് ഒരിടത്ത്, വേണ്ട എന്ന് ഒരിടത്ത്. എന്നാൽ മൂടുപടം ഇടുന്നവരാണ് 99% സഭകളും. അപ്പം 3 ടൈപ്പ് ജനത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണോ അവർക്കേ അതെടുക്കാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ്? അവർ അവരെ തന്നെ ക്രിസ്തുവിന് വിൽക്കുന്നു. ക്രിസ്തുവിന് വിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് പിന്നെ പരിശുദ്ധാത്മാവ് വഴി നടത്തും. അവർ മാത്രമേ കാലത്തിൻ്റെ ദൈവിക വചനവും കാലത്തിൻ്റെ ദൈവിക വെളിപ്പാടുകളും ഗ്രഹിക്കുകയുള്ളൂ. അതൊരു കാര്യം. ധാരാളം വിഷയങ്ങളുണ്ട്. ഓക്കെ, നമുക്കതിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഈ ജോസ് വർഗീസ് പറയുന്ന ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശുദ്ധ ഭോഷ്കാണ്, എന്താണ് ഏതാണ് എന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്ന കൂടെയില്ല. നമുക്കത് ഒന്ന് നോക്കാം. ഒരു 7ാമത്തെ ദൂതനെ
പറയുന്നുണ്ട്. ആ ഏഴാമത്തെ ദൂതനെ കുറിച്ച് ഒന്ന് വായിക്കേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം ഒന്ന് വായിക്കാനായിട്ട് ദൈവത്തിൽ താല്പര്യപ്പെടുകയാണ്. എന്നോടൊപ്പം ബൈബിളിൽ അത് കിട്ടിയിട്ടുള്ളവർ ഒന്ന് എടുക്കണമേ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പറയാണ്, ഇനി ഇനി കാലമുണ്ടാകുകയില്ല. ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്ത പോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനെ ചൊല്ലി സത്യം ചെയ്തു. ഇത് വില്യം ബ്രനാം അല്ലെന്ന് പറയാൻ പറ്റില്ല. വില്യം ബ്രനാമിന്റെ ക്ലോവർഡേൽ ബൈബിൾ ചർച്ച് കാനഡയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സകല പുസ്തകങ്ങളുടെയും ബാക്ക് കവർ ഇൻ ദ ഡേയ്സ് ഓഫ് ദ വോയിസ് ഓഫ് ദ സെവൻത് ഏഞ്ചൽ എന്ന് പ്രിന്റ് ചെയ്ത ഒരു ഈഗിളിന്റെ പടം വെച്ചിട്ടുണ്ട്. അവിടെ പറയുന്ന ഈ പ്രവാചകനെ കുറിച്ച് പറയുന്നത് നമ്മളൊന്ന് പരിശോധിക്കണം. ഇത് വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിലാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ സഭ മാറ്റപ്പെട്ടു. ഇത് വില്യം ബ്രനാം പറഞ്ഞ കാര്യം. സഭയല്ല 4-ാം അധ്യായത്തിൽ എടുത്തുകൊള്ളപ്പെട്ടത്. അപ്പൊ ഈ വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ പറയുന്ന ദൂതൻ ആരാണ്? ഇതും വില്യം ബ്രനാം എന്നാണ്. ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ 7-ാം സഭാദൂതന്റെ കാഹളത്തിന്റെ നാള് കാണുന്നത്. അപ്പൊ 7-ാം സഭാദൂതന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. അത് വാക്യം ശ്രദ്ധിച്ചല്ലോ, 7-ാം സഭാദൂതൻ, 7-ാമത്തെ ദൂതൻ എന്നല്ല. ഇദ്ദേഹം ഒരു ആത്മീക അന്ധത പിടിച്ചിരിക്കുന്നു, പലപ്പോഴും പറഞ്ഞു കൊടുത്തു, എന്നിട്ട് ഗ്രഹിക്കുന്നില്ല. നോക്കൂ, 7-ാമത്തെ ദൂതൻ എന്നും പറയുന്നുണ്ട്, 7-ാം സഭാദൂതൻ എന്നും പറയുന്നുണ്ട്. ഒരു മിനിറ്റ്, കേട്ടല്ലോ, ക്യാമറ ബാക്കിലായി. ഓക്കെ, 7-ാമത്തെ ദൂതൻ എന്നും 7-ാം സഭാദൂതൻ എന്നും ബൈബിൾ പറയുന്നു. ഇത് രണ്ടും ഒന്നാക്കി തീർത്തുകൊണ്ടാണ് ഈ ആത്മീക അന്ധർ എന്ന് തന്നെ പറയാം. അതല്ലെങ്കിൽ പ്രിയ സഹോദര, നിങ്ങൾ തെറ്റായി പഠിപ്പിക്കുന്നതിനെ വിട്ടിട്ട് മടങ്ങി വരൂ, ക്രിസ്തുവിലേക്ക് വരൂ. നിങ്ങളുടെ 7-ാം സഭാദൂതൻ്റെ ശബ്ദത്തിന്, അല്ലെങ്കിൽ അദ്ദേഹം കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് എന്ന് വചനം പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ തള്ളിക്കളയാൻ എടുക്കുന്നത് മുഴുവൻ 7-ാം ദൂതൻ കാഹളം ഊതുന്ന നാളിൽ. ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള ദൗത്യമാണ്. 7-ാം സഭാദൂതന് പല തരത്തിലുള്ള ശുശ്രൂഷയുണ്ട്. സ്വർഗത്തിൽ ഊതുന്നുണ്ട്, ഭൂമിയിൽ നിൽക്കുമ്പോൾ ഊതുന്നുണ്ട്, മഹോദരകാലത്തുണ്ട്. ഇതാ നോക്കുക, വെളിപ്പാട് പുസ്തകം 10:6. ഇനി കാലം ഉണ്ടാവുകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം, ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവർത്തിയാകും. എപ്പോഴാണ് ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അറിയിക്കുന്നത്? ദൈവത്തിൻ്റെ സഭ ഇവിടെ ഇരിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ സഭ ഇവിടെ ഇരിക്കുന്നത് ലവോദിക്ക സഭാകാലത്തിൽ ആണ്. 4-ാമത്തെ മുദ്രയോടെ സഭ എടുക്കപ്പെടുന്നുണ്ട്. അത് 10-ാമത്തെ അധ്യായത്തിലായതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചിരിക്കുന്ന 4-ാം അധ്യായത്തിൽ സഭ പോയല്ലോ, പിന്നെ 10ന്റെ ആവശ്യമില്ല. 18 പറയുന്നുണ്ട്, സഭ ഇവിടെ ഉള്ള സമയത്തുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്ത് മനസ്സിലാക്കിയിട്ടാണ് തിരികെ പോയെന്നുള്ള മനസ്സിലായല്ലോ. ഇനി ദൈവത്തിൻ്റെ മർമ്മം, രഹസ്യം തൻ്റെ ജനമാണ് അറിയേണ്ടത്. ഈ രഹസ്യം വെളിപ്പെടുത്തുന്നത് സഭ ഇവിടെ ഉള്ളപ്പോഴാണ്. ദൈവത്തിൻ്റെ ജനം ഇവിടുന്ന് പോയതിന് ശേഷം ഇത് വെളിപ്പെടുത്തിയിട്ട് ആർക്കാണ്? അതുപോലും ചിന്തിക്കാനുള്ള ഒരു പക്വത വന്നിട്ടില്ലയോ? അടുത്ത് തുടർന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുക അവരുടെ ഡയലോഗുകൾ. സുവിശേഷത്തിൽ പറയുന്ന 7 സഭാ കാലഘട്ടങ്ങൾ, 7 സഭയുടെ മുദ്രകൾ പറയുന്നത് കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ സൂചിപ്പിച്ചായിരുന്നു, 7-ാമത്തെ ദൂതൻ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്ന് സീൽസിന്റെ ബുക്കിനകത്ത് പറയുന്നുണ്ട്. 7 മുദ്രകളുടെ പുസ്തകത്തിൽ പറയുന്നത് കർത്താവ് മടങ്ങി വരുമ്പോൾ വില്യം ബ്രനാം 7-ാമത്തെ ദൂതൻ ഈ ഭൂമിയിൽ അതും ഒരു തെറ്റാണ്. കർത്താവ് മടങ്ങി വരുമ്പോൾ, അതായത് കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ വില്യം ബ്രൻഹാം 7-ാമത്തെ ദൂതൻ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് വില്യം ബ്രൻഹാം എന്ന വ്യക്തി, അദ്ദേഹം ഒരു പ്രവാചകനാണ്. സെവൻത് ഏഞ്ചൽ വില്യം ബ്രൻഹാം അല്ല. സെവൻത് ഏഞ്ചൽ വന്നത് വില്യം ബ്രൻഹാമിലേക്കാണ്. ഇപ്പം പൗലോസ് സഭാദൂതൻ എന്ന് പറയുന്നത് 1-ാം സഭയുടെ ദൂതൻ, ദൈവത്തിൻ്റെ വലത് കൈയിലെ 1-ാമത്തെ ഏഞ്ചൽ പൗലോസിലേക്ക് വന്നു. ഇതുപോലെ ഇപ്പം ഏലിയാവിൻ്റെ ആത്മാവ് യോഹന്നാൻ സ്നാപകനിലേക്ക് വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിലേക്ക് വന്നു. യേശു എന്ന ബോഡി, നമ്മൾ കണ്ട യേശു ക്രിസ്തു എന്ന ബോഡിയിലേക്ക് വന്നു. അതാണ് യേശു പറഞ്ഞ പിതാവ് എന്നിൽ വസിക്കുന്നു. അപ്പോൾ അതുപോലെ ഈ മുദ്രകൾ, മർമ്മങ്ങൾ തുറക്കുന്ന സമയത്ത് എങ്ങനെയാണ് മുൻ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ എന്ന് പറയുമ്പോൾ സഭാകാലങ്ങളിൽ പ്രവാചകൻ ഉണ്ടായിരിക്കും. അവസാനം പ്രവാചകനാണ് ദൈവത്തിൻ്റെ മൗത്ത് പീസ്.
അങ്ങനെ വില്യം ബ്രൺഹാം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രവാചകൻ ഉണ്ടായിരിക്കും, ദൂതൻ ഉണ്ടായിരിക്കും എന്നല്ല. ദൂതൻ വില്യം ബ്രൺഹാമിൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ്. അതൊരു ശുശ്രൂഷയാണ്, സെവൻത് ഏഞ്ചൽ ചെയ്യുന്ന ശുശ്രൂഷ. ഇദ്ദേഹത്തിലൂടെ ഏലിയാവിൻ്റെ ആത്മാവ് ചെയ്യുന്നുണ്ട്. നമ്മൾ അപ്പന്മാരുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയവരെ തിരികെ മടക്കിക്കൊണ്ടു പോകുക എന്നത് സെവൻത് ഏഞ്ചൽ ചെയ്യുന്ന ശുശ്രൂഷയല്ല. ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചിരിക്കുകയാണ്. ഈ സന്ദേശത്തിനകത്തുള്ളവർ പോലും തെറ്റായി പഠിപ്പിക്കുന്നുണ്ട്. വില്യം ബ്രൺഹാമാണ് ദൂതനെന്നും ഒക്കെ. അപ്പോൾ സെവൻത് ഏഞ്ചലിൻ്റെ ദൗത്യം ഒന്ന്, ഏലിയാവിൻ്റെ ആത്മാവുമായിട്ട് അപ്പന്മാരുടെ ഹൃദയ മക്കളെ, മലാഖി 4:5-6 ആ ദൗത്യം ഒന്ന്. ഇനി വെളിപ്പാട് 10:1 പറയുന്ന മൈറ്റി ഏഞ്ചൽസ്, അതിൻ്റെ ദൗത്യമാണ് മുദ്രകളെ തുറക്കുക എന്നത്. ഓക്കെ. ഇനി വില്യം ബ്രൺഹാമിനൊരു ആത്മാവുണ്ട്. അങ്ങനെ 4 ആത്മാവ് ഒരു ശരീരത്തിൽ, എന്നാൽ 3 ആത്മാവ് ശുശ്രൂഷ ചെയ്യുന്നു. ഏലിയാവിൻ്റെ ആത്മാവ് അപ്പന്മാരുടെ ഹൃദയം മക്കളെ, അതായത് അപ്പോസ്തലന്മാരുടെ നൽകിയ വിശ്വാസത്തിൽ തെറ്റി നിൽക്കുന്നവർ, സ്നാനം കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ തന്നെ വേണം. ഭൂമിയിൽ അങ്ങനെ 98% ജനങ്ങളും ചെയ്യുന്നില്ല, തെറ്റാണ്. അതുകൊണ്ടാണ് ഈ കാലം നോഹയുടെ കാലം പോലെ ആകുന്നത്. ഒരു ചെറിയൊരു ശതമാനം പേർ മാത്രമേ അപ്പോസ്തലന്മാരായ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് ഉണ്ടായിരിക്കുള്ളൂ. ബാക്കിയെല്ലാം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന തെറ്റായ ദുരുപദേശത്തിലായിരിക്കും, തെറ്റായ കാര്യങ്ങളിലായിരിക്കും. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സെവൻത് ഏഞ്ചലിൻ്റെ ശുശ്രൂഷ, ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ശുശ്രൂഷ, മൈറ്റി ഏഞ്ചലിൻ്റെ ശുശ്രൂഷ. ഓക്കെ. അങ്ങനെ വില്യം ബ്രൺഹാം ഇവിടെ ഉണ്ടാവുന്നതാണ്. സെവൻത് ഏഞ്ചലും ഉണ്ട്, പക്ഷേ 7ാമത്തെ ദൂതൻ വില്യം ബ്രൺഹാം എന്ന രീതിയിലല്ല പഠിപ്പിച്ചിരിക്കുന്നത്. കേൾക്കുക, തുടർന്നുള്ള അബദ്ധങ്ങൾ കൂടെ കേൾക്കുക. എന്നൊരു വചനമുണ്ട്. അത് എൻ്റെ ഇപ്പൊ 7th സീൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോ എംഫസൈസ് പറയുകയാണ്. ഇല്ലെന്ന് തെളിയിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ എനിക്ക് തെളിയിച്ചു തരിക. അപ്പോ ഈ 7ാമത്തെ ദൂതൻ ഭൂമിയിൽ നിൽക്കുമ്പോൾ കർത്താവിന്റെ വരവ് വരുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്ന 7ാമത്തെ ദൂതൻ എന്ന് പറയുന്നത് ഭൂമിയിലുള്ള ഒരു മനുഷ്യനല്ല, സ്വർഗത്തിൽ നിന്നുള്ള 7 ദൂതന്മാരെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 8ാം അധ്യായം മുതൽ പറയുന്നത്. ഈ ദൂതന്മാരിൽ 7ാമത്തെ ദൂതൻ കാഹളമൂതുന്ന നാദത്തിന്റെ കാലത്ത് എന്ത് സംഭവിക്കുന്ന പറയുന്നത്? ദൈവത്തിന്റെ എല്ലാ മിസ്റ്ററിയും പൂർത്തിയാകും. എന്താണ് ദൈവത്തിന്റെ മിസ്റ്ററി? ശ്രദ്ധിച്ചോളണം. മിസ്റ്ററി അദ്ദേഹം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മിസ്റ്ററി എന്താണെന്ന് പറയുന്നുണ്ട്. ഇവിടെ വെളിപ്പാട് പുസ്തകം 3ാമത്തെ അധ്യായം 14ാമത്തെ വാക്യം നോക്കുക. ലവോദിക്ക സഭയുടെ ദൂതന് എഴുതുക. ഈ ലവോദിക്ക സഭ എന്ന് പറയുന്നത് 7ാം കാലത്തുള്ളതാണ്. സഭ ഒന്നേ ഉള്ളൂ. ഈ സഭ 7 കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും ഈ കാലം നോക്കിയാൽ അന്ന് ആസിയയിലുണ്ടായിരുന്ന ലവോദിക്ക കാലത്തുണ്ടായിരുന്ന സഭയുടെ അതുപോലത്തെ അവസ്ഥ തന്നെയാണ്. ധനവാന്മാർ, ജ്ഞാനികൾ, സമ്പന്നന്മാർ ഒക്കെ ആയിരിക്കും. പിന്നെ ശീതോഷ്ണവാന്മാരായിരിക്കും. ഇന്നത്തെ സഭ നമ്മുടെ സഭയ്ക്കകത്തുണ്ട് കേട്ടോ. ഈ എൻ്റെയും മെസ്സേജിനകത്തുമുണ്ട്. കാര്യം ഞാൻ പറഞ്ഞത്, ശീതോഷ്ണവാൻ ദൈവം 3 ടൈപ്പിൽ സംസാരിച്ചിരിക്കും. 3 ടൈപ്പും അതത് ജനമാണ് എടുക്കേണ്ടത്. എന്നാൽ ഏറിയ ഭാഗവും അതും ഇതും എടുക്കും. കറക്റ്റ് മണവാട്ടി എടുക്കുന്നത് ദൈവത്തിൻ്റെ വെളിപ്പാടിനാൽ പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുകയും അവർ അത് എടുക്കുകയും മുന്നോട്ട് പോകും. കാര്യം വില്യം മരിയം ബ്രൺഹാമിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്നാനമേറ്റ് പല സഭകളിൽ നിന്ന് സ്നാനമേറ്റ് കർത്താവ് യേശുക്രിസ്തു നമ്മൾ സ്നാനമേറ്റ് ഇപ്പം മത്തായി 13:30 പ്രകാരം കളപ്പുരയിലേക്ക് ശേഖരിക്കപ്പെടണം. ശേഖരിക്കപ്പെട്ട പിന്നെ മടങ്ങി പോകാൻ പാടില്ല. ഇപ്പോൾ പെന്തക്കോസ്തിൽ വന്നവർ പഴയ കത്തോലിക്ക മാർത്തോമയിലേക്ക് പോയില്ല. CSലേക്ക് വന്നവർ പഴയ കത്തോലിക്കയിലേക്ക് പോയില്ല. ലൂഥറിൽ വന്നവർ പഴയതിലേക്ക് മടങ്ങി പോകുന്നവരുണ്ട്. എന്നാൽ അത് തന്നെ വിശ്വസിക്കുന്നവരുണ്ട്. വിശ്വസിച്ച് നിൽക്കുന്നവർക്ക് മനസ്സിലായി ഇതാണ് ശരിയായതെന്ന്. അത് ആ കാലത്ത്, ഓരോ കാലത്തിലും ദൈവം അയച്ച ശുശ്രൂഷകരിലൂടെ വെളിപ്പെടുത്തിയ സത്യം കേട്ട് വിശ്വസിക്കുന്നവരാണ് അതത് കാലത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മണവാട്ടി. ഇന്ന് പെന്തക്കോസ്ത് തീർന്നു. പെന്തക്കോസ് കാലം കഴിഞ്ഞ ശേഷം ഒരു സഭ തുടങ്ങി. അത് പെന്തക്കോസ്തിനും അറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ പെന്തക്കോസ്തിലായിരുന്നു. അവിടെ നിന്നാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ 7ാം സഭ നോക്കാം, ലവോദിക്ക സഭ. 7ാം സഭയുടെ ദൂതൻ എഴുതുക. ഇത് 7ാമത്തെ ഏഞ്ചലിൻ്റെ ശുശ്രൂഷയാണ്. 7ാം സഭയുടെ കാലത്ത് 7ാമത്തെ ഏഞ്ചലാണ്. ആ സമയത്താണ് ദൈവം ഇദ്ദേഹത്തിലൂടെ ശുശ്രൂഷ ചെയ്യുന്നത്. ഈ സമയത്താണ് 7ാം സഭയുടെ കാലഘട്ടത്തിലാണ് ഏലിയാവിൻ്റെ ആത്മാവും വരുന്നത്. കാര്യം എന്താ? തെറ്റി നിൽക്കുന്ന കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് വരെ ഉള്ളവർ തെറ്റി നിൽക്കുകയാണ്. അപ്പോസ്തലന്റെ സ്നാനമല്ല, അപ്പോസ്തലന്മാരോട് പരിശുദ്ധാത്മാവ് നൽകിയ സ്നാനമല്ല. നോക്കുക, അതാണ് 3 ടൈപ്പ് ജനം 3 ടൈപ്പിൽ സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു ധാരാളം ഉണ്ട്. ഇപ്പോൾ യേശു പറഞ്ഞു മത്തായി 28:19, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക. ഇത് കറക്റ്റാണ്. എന്താണ് നാമത്തിൽ? ഇവരെന്ത് ചെയ്യുന്നു?
മരണത്തിനായി യേശു പറഞ്ഞ ആ വാക്യത്തെ അങ്ങനെയും എടുക്കുന്നു. എന്നിട്ട് സ്ഥാനപ്പെടുത്തുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് തന്നെ പറയുന്നു. നാമത്തിൽ, നാമം അവിടെ ഉപയോഗിക്കുന്നില്ല. മരണം നോഹയുടെ കാലം പോലെ. എന്നാൽ നാമത്തിൽ അപ്പോസ്തലപ്രവൃത്തി 2:38, 8:16, 10:48, 19:5 ഇത് മണവാട്ടി എടുക്കുകയും മറ്റ് ശീതോഷ്ണവന്മാർ അല്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ഗണത്തിലേക്കുള്ള ജനം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഏഴാമത്തെ സഭയുടെ ദൂതൻ ഇവിടെ ഉണ്ടായിരിക്കണം. ലവോദിക സഭാകാലത്ത് അത് ഊതിയിരിക്കണം. ഇനി ഇദ്ദേഹം ഏഴാമത്തെ ദൂതൻ സ്വർഗത്ത് നിന്ന് ഊതും എന്ന് പറഞ്ഞു. ഈ ഊതുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ആ പറയുന്ന ഭോഷത്തരം പോലും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ശ്രദ്ധിച്ചു നോക്കുക. എപ്പോഴാണ് ഈ മിസ്റ്ററികൾ പൂർത്തിയാകുന്നത്? ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോഴാണ്. ഇനി ഏഴാമത്തെ ദൂതൻ ഒരു വാദത്തിന് വില്യം ബ്രണ്ണാമാണെന്ന് സമ്മതിച്ചോ? ഈ ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുന്ന എവിടെയാണ്, എപ്പോഴാണ് ഊതിയിട്ടുള്ളത്? ഊതിയത് എവിടെയാണെന്ന് വായിക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് പോകണം. അവിടെയാണ് എഴുതിയിരിക്കുന്നത്, ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ എന്ത് സംഭവിക്കണം? ഈ വേൾഡ്, ഈ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തിന്റെ അധികാരി ക്രിസ്തുവായി തീരണം. കേട്ടല്ലോ, ഏഴാമത്തെ ദൂതൻ കാഹളം ഓതുമ്പോൾ ലോകത്തിൻ്റെ രാജ്യത്വം മുഴുവൻ ക്രിസ്തു. അതൊക്കെ അത് കറക്റ്റാണ്. പക്ഷേ ഇത് എപ്പോൾ സംഭവിക്കാനുള്ളത്? മഹോദ്രകാലത്തിന് ശേഷം, മണവാട്ടി ഇവിടെ നിന്ന് പോയ ശേഷം, യഹൂദന്മാരുടെ എടുക്കപ്പെട്ടതിന് ശേഷം. ഏഴാമത്തെ അധ്യായത്തിൽ 144,000 വരെ യഹൂദന്മാരെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യവും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭൂമിയിൽ രാജ്യത്വം ഇല്ല, ആരുടെയും ഭരണമില്ല. ലോകരാജ്യം മുഴുവൻ ക്രിസ്തുവിലായി, ക്രിസ്തു ഏറ്റെടുത്തു. അന്നാളിലാണ് രഹസ്യം വെളിപ്പെടുത്തുന്നതെന്ന്. ആർക്ക് വേണ്ടിയിട്ട്? ഇദ്ദേഹത്തിലൂടെ പിശാചല്ലേ സംസാരിക്കുന്നത്? ദൈവത്തിൻ്റെ ജനം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അവരെ എടുത്ത്, യഹൂദന്മാരെ എടുത്ത് പോയതിന് ശേഷം പിന്നെ അറിയിക്കുന്നവിടെ ആർക്ക് വേണ്ടിയിട്ട്? പിശാചിന് വേണ്ടിയിട്ട് ദൈവം മർമ്മം മറച്ചു വെച്ചത്. എന്ത് ഭോഷത്വം! നോക്ക്, ഇതാണ് ആത്മീക അന്ധത. എന്താണ് ഇനിയുണ്ട് ഈ വിഷയം തന്നെ. ഞാൻ 3 വീഡിയോ കാണിക്കുന്നുണ്ട്. വളരെ ഒന്നും അറിയില്ല, ഒന്നും അറിയാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അടുത്ത് കേൾക്കുക. അത് ഇപ്പോഴായിട്ടില്ലല്ലോ. ഈ ലോകത്തിന്റെ ഇന്ന് ഈ ലോകം പിശാചിന്റെ അടിമത്തലാണ്. ക്രിസ്തു ഈ ലോകത്തിന്റെ അധികാരി ആവണമെങ്കിൽ ഏഴാമത്തെ ദൂതൻ, അതായത് ക്രിസ്തു ഇതിനു മുമ്പുള്ള 6 ദൂതന്മാർ ഊതിയതിനെ കുറിച്ച് പറയുന്നു. 5ാമത്തെ ദൂതൻ കഴിയുമ്പോഴേക്കും പിന്നെ ഈ അന്നത്തെ ട്രിബുലേഷൻ കടുപ്പിക്കുക. ട്രിബുലേഷന്റെ എന്റെ സമയം കുറവണി പോവുക. ശ്രദ്ധിക്കുക, 5ാമത്തെ ദൂതൻ ഊതുമ്പോൾ ട്രിബുലേഷൻ കടുപ്പിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളാം, അത് കറക്റ്റ് തന്നെയാണ്. ഇനി ഇതെല്ലാം കടുപ്പിച്ച് ലാസ്റ്റിൽ എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഏഴാമത്തെ ദൂതൻ ഊതുന്നത്. അത് ശരി തന്നെയാണ്. പക്ഷെ അത് എപ്പോൾ? അത് ഇവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാനുള്ളതല്ല. ഏഴാമത്തെ ഏഞ്ചലിന് പല സമയത്ത് ശുശ്രൂഷയുണ്ട്. സ്വർഗത്തിലുണ്ട്, ഭൂമിയിലുണ്ട്, മഹോദരകാലത്തുണ്ട്. ഇതൊന്നും മനസ്സിലാകാതെ 18 വർഷം ഇവിടെ ഇരുന്നിട്ട് മടങ്ങിപ്പോയിരിക്കുന്നു. എന്ത് മനസ്സിലാക്കി? വെറുതെ അല്ല മടങ്ങിപ്പോയത്. അത് വെളിപ്പാട് പുസ്തകം 11-ന്റെ 15-ാമത്തെ വാക്യം വായിച്ചിട്ടാണ് പറയുന്നത്. എന്ത് ഭോഷത്വം! ശ്രദ്ധിക്കുക. ട്രിബുലേഷന്റെ കാഠിന്യമാണ് സംഭവിക്കുന്നത്. ഈ കാഠിന്യത്തിന് നടുവിൽ ഒരു യുദ്ധം നടക്കുക. ആ യുദ്ധത്തിന്റെ നടുവിലാണ് ഏഴാമത്തെ ദൂതന്റെ കാഹളം ഓതുകയും അപ്പോൾ ക്രിസ്തു പ്രത്യക്ഷനാകുകയും ക്രിസ്തുവും അവന്റെ ദൂതന്മാരും യുദ്ധം ചെയ്ത് അരളിയ എല്ലാ എന്താ പറയുക എല്ലാവരെയും ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാവരെയും സംഹരിച്ചിട്ട് ആ കർത്താവ് അരളി തന്റെ രാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നത് ഏഴാമത്തെ ദൂതന്റെ കാഹളനാദത്തോടുകൂടിയാണ്. അത് സംഭവിക്കുന്നത് 10-ാം അധ്യായം 7-ാം വാക്യത്തിലല്ല. ആ ദൂതൻ ഊതുന്നത് 11-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ വെളിപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇത് എപ്പോൾ സംഭവിക്കേണ്ടത്? വെളിപ്പാട് 10-ന്റെ 6 അല്ല. പക്ഷേ ഇദ്ദേഹം ആ സമയത്തുള്ള കാര്യത്തെ അങ്ങനെ അല്ലെന്ന് കാണിക്കാനായിട്ട് അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള സംഭവത്തെ ഇവിടെ കൊണ്ടത് കണക്ട് ചെയ്യുന്നു. വെളിപ്പാട് 10:6 പറയുന്നത് ഏഴാമത്തെ ദൂതൻ കാഹളം ഓതുമ്പോൾ ദൈവത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടണം. മർമ്മം ജനത്തിന്, തൻ്റെ ജനത്തിന് വേണ്ടി. നോക്കൂ, മണവാട്ടി എന്ന് പറയുന്നത് യഹൂദൻ പോലുമല്ല, അവരവിടുത്തെ പരിചാരകരാണ്. മണവാട്ടി ജാതികളാണ്, നമ്മളിൽ നിന്നുള്ളവരാണ്. അവരെ മണവാട്ടിയായിട്ട് എടുത്തുകൊണ്ട് പോയതിന് ശേഷമാണ് അവിടെ 144,000 പേരെ നമ്മൾ ഇവരെ സേവകരായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണം പഴയ നിയമത്തിലുണ്ട്. യോസേഫ്
അവൻ്റെ സഹോദരങ്ങളാൽ തള്ളപ്പെട്ടു, യേശു തള്ളപ്പെട്ടതുപോലെ പൊട്ടക്കുഴിയിലിട്ട് മരിച്ചു എന്ന് കരുതി, യേശു മരിച്ചു എന്ന് കരുതി. 3-ാം ദിവസം അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടുന്ന് എടുത്തു. പിന്നീട് ഫറവോൻ്റെ വലതു ഭാഗത്തേക്ക് ഉയർത്തിയല്ല, യേശു ഉയർത്തെഴുന്നേറ്റ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വലതു ഭാഗത്തേക്ക് പോയി. അപ്പോൾ യോസേഫിന് അത് മണവാളന് മുൻകുറിയാണ്. ആ യോസേഫ് വിവാഹം കഴിച്ചത് മിസ്രൈംകാരിയായ പെൺകുട്ടിയാണ്. അടിമകളെ പോലെ കഴിഞ്ഞിരുന്ന ലോകത്തിൻ്റെ ഭാഗത്തുള്ള ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. എന്നാൽ യോസേഫിൻ്റെ സഹോദരങ്ങളോ അത് കാലം കഴിഞ്ഞ് എത്രയോ കാലങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് അവരവിടെ ആഹാരം തേടി വരുന്നത്. ഈ ആഹാരം തേടി വരുമ്പോൾ യോസേഫിൻ്റെ സഹോദരങ്ങൾ, അതാണ് ഇനി എടുക്കപ്പെടാൻ പോകുന്ന യഹൂദന്മാർ, യോസേഫ് വിവാഹം കഴിച്ച പുറംജാതിക്കാരിയായ മിസ്രൈം പെൺകുട്ടിക്ക് തുല്യമാണ് നമ്മളായ ജാതികളെ കൊണ്ടുപോയതിന് ശേഷമാണ് യഹൂദന്മാരുടെ വീണ്ടെടുപ്പ്. ഓക്കെ, ഇനി അന്ന് വന്ന മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ആ യഹൂദന്മാരെന്ത് ചെയ്തു? മിസ്രൈം പെൺകുട്ടിയായ യോസേഫിൻ്റെ ഭാര്യ കൊട്ടാരത്തിനകത്ത് നിൽക്കുമ്പോൾ അവരവിടെ പരിചാരകരാ. അവർക്ക് നല്ല നിലം കൊടുത്തു, കൃഷി ചെയ്യാൻ സ്ഥലങ്ങൾ കൊടുത്തു, കന്നാലികളെ കൊടുത്തു. ഇവർക്ക് വേണ്ടി ഈ രാജാവിന്, അതായത് യോസേഫിനും അവൻ്റെ മണവാട്ടിക്കും വേണ്ടിയിട്ട് അവരവിടെ സേവ ചെയ്യുകയാണ്. ഇതുപോലെ ഇവിടെ ഏറ്റവും അവസാനം നടക്കുന്ന കാര്യത്തെ സഭയുടെ കാലത്തിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നു. എന്തിനാണെന്നല്ലോ, ഇതാണ് ആത്മീയ അന്ധത. വില്യം മാരിയം ബ്രൻഹാം ദുരുപദേശകനെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ ആകെ തെറ്റിപ്പോകുന്നു. നോക്ക്, ഇനി അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കൂടെ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് മനസ്സിലായതെന്ന്. പറയാൻ കാര്യം, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അനേക ദിനരാത്രങ്ങൾ ഇരുന്ന് പഠിച്ചു. നമ്മൾ മരിച്ചു, അതോടുകൂടെ മരിച്ചു ബ്രദർ. ബൈബിൾ ഇന്ന് വരെ പഠിക്കാൻ പോയ സകല മനുഷ്യരും മരിച്ചു. ബൈബിൾ ബുദ്ധിയിൽ പഠിക്കാൻ പോയ സകലവരും മരിച്ചു. ബൈബിൾ കോളേജ് സാത്താനാണ് തുടങ്ങിയത്. ഞാൻ ആ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നത് ബൈബിൾ കോളേജ് സാത്താന്യം. അബ്രഹാംകുട്ടി പാസ്റ്റർ ചോദിക്കുന്നുണ്ട്, അപ്പോസ്തലന്മാരുടെ പരിശുദ്ധാത്മാവ് നൽകിയതിനേക്കാൾ അധികമായി ഇവർ എന്താണ് പറയുന്നത്? ഇവർ പറഞ്ഞത് വില്യം മാരിയം ബ്രൻഹാമിൻ്റെ ഉപദേശം കേട്ടില്ലെങ്കിൽ നരകത്തിൽ പോകുന്നു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അബ്രഹാംകുട്ടി പാസ്റ്റർ അത് വിശ്വസിക്കുന്നില്ല, നേരെ വിപരീതമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോസ്തലന്റെ വിശ്വാസത്തിന് എതിരായിട്ടാണ്. അവിടെ സ്നാനം മാത്രം കറക്റ്റ്, ബാക്കി വചനത്തിൻ്റെ നോക്കി. ഏദൻ തോട്ടത്തിൽ അവിടെ ആദാം ഹവ്വ അവിടെ വെച്ച് ഒരു വചനം തെറ്റിച്ചപ്പോഴാണ് ഇന്ന് വരെ മരണം കടന്നു വരുന്നത്. ആക്സിഡൻറ്റ് പെരുകൊണ്ടിരിക്കുന്നു, ആശുപത്രി കെട്ടിക്കൊണ്ടിരിക്കുന്നു, പരസ്പര വാശി, വൈരാഗ്യം, തൊന്നത, ഭിന്നത, അസൂയ, ജാരസംഘ, കോപം, പിണക്കം, ഇതെല്ലാം ഏദൻ തോട്ടത്തിൽ തുടങ്ങി ഇന്നും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ വചനത്തിൻ്റെ ലംഘനമാണ്. നിങ്ങളൊക്കെ എത്രയോ വചനങ്ങൾ ലംഘിക്കുന്നുള്ള ഞാൻ തുറന്ന് കാണിച്ചിട്ട് അബ്രഹാംകുട്ടി പാസ്റ്റർ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാസങ്ങളോളം കാലങ്ങളോളം ഇരുന്ന് ബൈബിൾ പഠിച്ചു തീർന്നു, ചത്തു. ബുദ്ധിയിലാണ് പഠിച്ചത്. പരിശുദ്ധാത്മാ നിയോഗത്തിൽ പഠിച്ചിരുന്നെങ്കിൽ ഇണവചനത്തോടു കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. കേൾക്കുക ബാക്കിയുടെ. എനിക്ക് മനസ്സിലായി, ഞാൻ അന്ധമായി ഫോളോ ചെയ്തിരുന്നത് ഒരു മനുഷ്യനെ ആയിരുന്നു. ആ മനുഷ്യൻ താൻ ഉണ്ടെന്ന് സ്ഥാപിക്കപ്പെടുന്ന ഒരു ഭാഗവും തന്റേതായി പറയപ്പെടുന്ന വേദഭാഗമല്ല. പഴയ നിയമത്തിൽ അദ്ദേഹം തന്നെ സ്ഥാപിക്കാൻ പറയുന്നിടത്തൊക്കെയും അത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ സംബന്ധിച്ചാണ്. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ ആ 7-ാമത്തെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെടുന്ന ദൂതന്മാരാണ്. എനിക്ക് സമയം കുറവായതുകൊണ്ടാണ് ബ്രദർ അതിന്റെ 8-ാം അധ്യായം 5 മുതൽ വായിച്ചാൽ ഈ 1 മുതൽ 7 വരെയുള്ള ദൂതന്മാരെ കാണാം. ഈ 7 ദൂതന്മാരുടെ ട്രംപറ്റ് എന്ന് പറയുന്നത്, അതായത് 7 ഏഞ്ചൽസ് വിത്ത് 7 ട്രംപറ്റ്സ് എന്നാ പറയുന്നത്. ആ ദൂതന്മാരെല്ലാം സ്വർഗത്തിൽ നിന്ന് വരുന്ന ദൂതന്മാരാണ്. അവർ ആ സമയത്ത് ഓരോ ബാധ, ഒരു കാഹളത്തോടെ ഒരു ബാധ പുറപ്പെടുക. ഈ ബാധ ഈ ഭൂമിയുടെ മേൽ വരാനുള്ള ബാധയാണ്. അത് സഭാ കാലഘട്ടത്തിലല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനും ഓക്കെ, ആ ബാധകൾ അയക്കുന്നത് സഭാ കാലഘട്ടത്തിലല്ല, അതും കറക്റ്റ്. പക്ഷേ ഇദ്ദേഹം എന്നിട്ട് എവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നു? വെളിപ്പാട് 10 അവിടെ മർമ്മം തുറക്കുമെന്നാണ്, അല്ലാതെ ബാധകളെ അയക്കുമെന്നോ ലോകത്തിൻ്റെ രാജ്യത്വം കൈക്കലാക്കുമെന്നല്ല. ദൈവത്തിൻ്റെ രഹസ്യം യോഹന്നാനിലൂടെ ദൈവം 7 കാര്യങ്ങൾ പറഞ്ഞു. നീ കണ്ടത് എഴുതിക്കോ, കേട്ടത് എഴുതണ്ട. കേട്ടത് എഴുതാൻ പറ്റുന്നതായിരുന്നു, അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ദൈവം യോഹന്നാനോട് ചില കാര്യങ്ങൾ പറഞ്ഞതാണ് ഇടിനാദം പോലെ കേട്ടത്. അതാണ് രഹസ്യം. ആ രഹസ്യത്തെ നീ മുദ്രയിട്ടേക്കുക. ഈ രഹസ്യങ്ങളാണ് 7-ാം സഭാദൂതന്റെ ശബ്ദത്തിന്റെ നാൾ മുൻ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തോലെ നിവർത്തിയാകും. രഹസ്യം. ഇദ്ദേഹം എന്താ രഹസ്യങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പം വെളിപ്പാട് 10:5-6 അത് ഖണ്ഡിക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ വചനം കൊണ്ടുവന്നിവിടെ ഖണ്ഡിക്കുകയാണ്. ഇതൊന്നു മാത്രമല്ല, ഇനിയുണ്ട്. തുടർന്ന് ശ്രദ്ധിക്കുക. എത്ര ആത്തോളം ആത്മീയ അന്ധൻ.
സഹോദരനും ഇന്ന് തള്ളപ്പെട്ട് ഈ ലോകത്തിൽ ഇരിക്കാന്ന് പോരേണ്ടി വരും. കൃപായുഗം കഴിഞ്ഞെന്ന് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ എന്റെ സമയം കഴിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ ഈ ഓക്കെ. അപ്പൊ ഞാൻ അവിടെ വിടുകയാണ്, കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലത്തെ അബദ്ധം പറയാനുണ്ടെന്ന് പറയും ബ്രദർ. ഇനി രണ്ടാമത്തെ വീഡിയോ. അപ്പോൾ ഒരു കാര്യം അവരുടെ ആത്മീയ അന്ധത. അടുത്ത രണ്ടാമത്തത് ദിനമായിട്ടും ആ ദിവസമൊന്നും. അപ്പോൾ വെളിപ്പാട് 10 പറയുന്ന കാര്യവും അത് രഹസ്യം വെളിപ്പെടുത്തുന്നതും പിന്നെ മലാഖിയിൽ ഈ വില്യം മരിയം ബ്രൻഹാമിലൂടെ കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ച് മലാഖി 4:5-6 പറയുന്നുണ്ട്. അപ്പന്മാരുടെ വിശ്വാസം മക്കളിലേക്കും യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ്. ഇത് യെശയ്യാ പ്രവാചകൻ 40:3 പറയുന്നുണ്ട്. യഹോവയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന് പെരുവഴി നിരപ്പാക്കുന്നത് ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ വഴി നടക്കുന്നവനാണ് എന്ന് പറഞ്ഞു. അന്നത്തെ ലൈവിലും ഇദ്ദേഹം ഇത് തന്നെ പറഞ്ഞു. ഇവിടെ ഒരു ഏലിയ വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, 2 ഏലിയ വരുന്നതിനല്ല. ഇദ്ദേഹം എപ്പോഴും കണക്ട് ചെയ്യുന്നത് 2 ഏലിയ, അതായത് മഹോദര കാലത്ത് അന്നാളിൽ ഞാൻ 2 വെളിപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായം 3 അവിടെ പറയുന്നത്. അന്നാളിൽ ഞാൻ 2 ദൂതന്മാർക്ക് വരം നൽകും. വീണ്ടും ആത്മീയ അന്ധത ബാധിച്ചിട്ട് ആ 2 ദൂതന്മാർക്ക് വരം നൽകി 2 പേർ വന്ന് അവിടെ 144,000 പേരെ മുദ്രയിടുന്ന കാര്യങ്ങളും എല്ലാമാണ് ഇദ്ദേഹം ഈ മലാഖിയിൽ കൊണ്ട് കണക്ട് ചെയ്യുന്നത്. ഇനി ഏറ്റവും വലിയ ഭോഷത്വം വീണ്ടും ഒന്നുകൂടെ വരുന്നുണ്ട്. യേശു പറഞ്ഞു യെരുശലേം ശൂന്യമാകുന്നത്. യെരുശലേം ദേവാലയം ഇപ്പോൾ ഇടിഞ്ഞുപോയി. യഹൂദന്മാർ ജാതികളുടെ ഇടയിൽ പോയിരിക്കുകയാണ്, ഇപ്പോഴും മടങ്ങി വന്നിട്ടില്ല പൂർണ്ണമായിട്ട്. ആ കാര്യവും ഇനിയും സംഭവിക്കാൻ പോകുന്നതാണെന്നാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത്. 18 വർഷം ഇവിടെ നിന്നിട്ട് എന്തു മനസ്സിലായി ബ്രദർ? ഞാൻ വന്നിട്ട് 9 വർഷമേ ആയുള്ളൂ, നിങ്ങൾ ഇരട്ടി വർഷമായി. പോയിട്ട് തന്നെ 5-6 വർഷമായി എന്ന് പറയുന്നു, മടങ്ങിപ്പോയിട്ട്. അപ്പം ഞാൻ വരുന്നതിന് 1-2 വർഷം മുമ്പ് നിങ്ങൾ മടങ്ങിപ്പോയി. കർത്താവിൻ്റെ കൃപയാൽ ദൈവീക വെളിപ്പാടിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഈ സഭയിലും ഉണ്ട് അനേകം ദുരുപദേശങ്ങൾ. ഞാനത് ലൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ ലൈവിൽ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാനത് പറയാം. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ ഏലിയാവിനെ അയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. 2 വരവാണ്. വലിയ വരവ് കർത്താവ് തൻ്റെ ശരീരത്തെ യാഗമാക്കി തീർത്തത്. ഭയങ്കരമായ നാൾ നോഹയുടെ കാലം പോലെ ഭൂമിയെ മുഴുവൻ സംഹാര ശതം കൊണ്ട് ദണ്ഡിപ്പിക്കുന്നതിന് മുമ്പ് യേശു വരും. അപ്പോൾ 2 സമയത്ത് യഹോവ വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യഹോവ ആദ്യത്തെ ടൈമിൽ വന്നു എന്ന് ബൈബിൾ പറഞ്ഞിട്ടും ആ യഹോവയ്ക്ക് വഴിയൊരുക്കുന്നവനാണ് ഇവൻ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് യോഹന്നാൻ സ്നാപകനെ ചൂണ്ടി പറയുന്നു. അങ്ങനെയെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ഏലിയാവിൻ്റെ ആത്മാവുമായി ആർക്ക് വഴി നിർത്താൻ വന്നു? യഹോവയ്ക്ക്. പക്ഷെ വന്നതോ യേശു ക്രിസ്തു. അല്ലെങ്കിൽ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകന് ശേഷം വേറെ ആൾ വന്നിട്ടില്ല, യേശു ക്രിസ്തുവിന് ശേഷം വേറെ ആൾ വന്നിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ അത് ജഡത്തിൽ ശരീരത്തിൽ വന്നത് ദൈവമാണ്. അത് അന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ജനങ്ങളെല്ലാം ഇതേ ദൈവത്തെ തന്നെ കല്ലെറിഞ്ഞതുപോലെ ഇന്നും ഈ വില്യം മരിയം ബ്രൻഹാമിലൂടെ നടത്തിയത് ആരാണെന്നും, അല്ലെങ്കിൽ ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തൽ ഇരിക്കുന്ന സഭകൾ ഏതാണ് അപ്പോസ്തലന്മാരുടെ വിശ്വാസമെന്നും അപ്പോസ്തലന്മാരോട് സംസാരിച്ചത് യേശു ക്രിസ്തു തന്നെ എന്ന് വിശ്വസിക്കാത്തവർ ഇവരെല്ലാം വിഗ്രഹാരാധികളാണ് കേട്ടോ. ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തൽ ഇരിക്കുന്ന തൃത്വം 3 വ്യക്തികൾ എന്ന് പറയുന്നവരെല്ലാം വിഗ്രഹാരാധികളാണ്. യെശയ്യാ പ്രവചനം പറയുന്നു, ഞാൻ മാത്രം, എന്നെപ്പോലെ ഒരുത്തനുമില്ല, എനിക്ക് തുല്യനായ ആരുമില്ല, എനിക്ക് സമനായും മുൻപനായും പിൻപനായും ആരുമില്ല, ഞാൻ മറ്റൊരുത്തനെയും അറിയുന്നില്ല. എൻ്റെ യേശു ക്രിസ്തുവിനെ ദൈവം അറിയുന്നില്ലേ? ദൈവം പരിശുദ്ധാത്മാവിനെ അറിയുന്നില്ലേ? അപ്പോൾ എന്താ അതാ 3 ടൈപ്പിൽ സംസാരിച്ചിരിക്കുന്നത്. ദൈവിക വെളിപ്പാടിലെ കാര്യങ്ങൾ മനസ്സിലാക്കുള്ളൂ. ഒരാൾ ബുദ്ധിയിൽ പഠിച്ച ബൈബിൾ കോളേജിലെ ജ്ഞാനികളാണ് ഭൂമി മുഴുവനുള്ള പാസ്റ്റർമാരും പുരോഹിതവർക്കും. അവരുടെ പാണ്ഡിത്യവും പ്രൗഢിയൊക്കെ കണ്ടിട്ട് അവരെ ബഹുമാനിക്കുന്നവരുണ്ട്. പക്ഷേ പിശാചാണ് അവരെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർ ഇവിടെ വേണം. ഓക്കെ, അപ്പോൾ യോഹന്നാൻ സ്നാപകൻ വന്ന് ലൂക്കോസ് സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് നിരപ്പിച്ചു. യേശു വരുന്ന സമയത്തുള്ള അതിനു മുമ്പുള്ള പഴയ നിയമത്തിലെ പ്രവാചകന്മാരായ അപ്പന്മാരുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയവരെ ആ വിശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരാനാണ് യോഹന്നാൻ സ്നാപകൻ വന്നത്, ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി. അത് അന്ന് ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, ഏത് ശുശ്രൂഷയായിരുന്നു? അവിടെ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് നിരപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ എന്താ വിശ്വസിക്കാത്തത്? അദ്ദേഹത്തിന് അത് മറുപടിയില്ല. അദ്ദേഹം വെമ്പൽ കൊള്ളുന്നത് എന്തിലേക്കാണെന്ന് ഇത് കേൾക്കുമ്പോൾ നോക്കിയുള്ളൂ. മഹോദര കാലത്തേക്ക് നടക്കുന്ന സംഭവത്തെ ഇവിടെ കൊണ്ടുവന്ന് മലാഖി 4:5-6 കണക്ട് ചെയ്യുന്നു. അതും ശുദ്ധ ഭോഷ്ക്.
ഈ ഭയങ്കര ദിവസമെന്നും എന്നെല്ലാം നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പറയുന്ന ഈ കാര്യം, ഇതിനെ സംബന്ധിച്ച് നമ്മള് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇതിന്റെ 21, 22, 23 വായിക്കുമ്പോഴും അവിടെ കർത്താവ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോളണേ. എത്രത്തോളം ആത്മീയ അന്ധതയാണെന്നുള്ള മറ്റൊരു തെളിവൂടെയാണ്. ലൂക്കോസ് സുവിശേഷം, നിങ്ങൾ ബൈബിൾ എടുക്കുക, ലൂക്കോസ് സുവിശേഷം 21-ാമത്തെ അധ്യായം 22, 23 വാക്യം വായിച്ചിട്ട് ഈ മഹാൻ പറയുന്നത് കേൾക്കണം. എന്നിട്ട് ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞു തരാം. ഓക്കെ, കേൾക്കുക. ലൂക്കോസ് 21, 22, 23. ആരെങ്കിലും എടുത്തെങ്കിൽ എഴുതിയിരിക്കുന്നതെല്ലാം നിറവേറേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു. ആ കാലത്ത് ഗർഭിണികൾക്ക് മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. അപ്പൊ അവർ വാളിന് വായ്ത്തിരിയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയോളം ജാതികൾ യെരൂശലേം ചവിട്ടുകളയുകയും ചെയ്യും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ഇനി ഇതിനെ വിശദീകരിക്കുന്നത് കേട്ടോളാം. എന്നിട്ട് ഞാൻ അതിൻ്റെ ശരിയായ കാര്യം ഇണവചനത്തോടു കൂടി പറഞ്ഞുതരാം. ഇദ്ദേഹം ഇതുപോലെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് അനേകം പേർ അത് ഈ സന്ദേശം തെറ്റാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിനെ മനസ്സിലായിട്ടില്ല. ശ്രദ്ധിക്കുക വിശദീകരണം. ഇതെല്ലാം ഈ നമ്മൾ ജോയൽ പ്രവചനത്തിന്റെ ഈ 2:31 മലാക്കിയുടെയും ഇണവാക്യങ്ങളാണ്. ഇവിടെ എല്ലാം പറയപ്പെട്ടിരിക്കുന്ന കാലം എന്ന് പറയുന്നത് കർത്താവിന്റെ മഹാകോപ ദിവസമാണ്. ഈ മഹാകോപ ദിവസം അയക്കപ്പെടുവാൻ പോകുന്ന ഏലിയാവിനെ കുറിച്ച് ജാതികൾ ഇസ്രായേലിന്റെ പ്രവാചകനായ മലാക്കിയും യോയേലും സെഫന്യാവും ജെറമിയാവും അതുപോലെ എസെക്കിയേലും ഒക്കെയും പ്രവചിക്കപ്പെട്ടത് പുതിയ നിയമ കാലഘട്ടത്തിൽ വന്ന ഒരു മനുഷ്യനെ വഞ്ചിച്ചുകൊണ്ട് പോകുന്ന ഒരു ഉപദേശത്തിന്റെ ഭാഗമായിരുന്നിട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് കഴിഞ്ഞതുപോലെ ഇന്ന് ഇതിന്റെ ഭാഗമായി കഴിയുന്നവരെ നമ്മളുടെ ഈ വീഡിയോ ഇന്ന് കണ്ടില്ലെങ്കിലും വരുന്ന ആളുകൾ എന്തെങ്കിലും കണ്ട് അവർ ഒരു പുനർവിചിന്തനത്തിന് ബൈബിളിനെ എടുത്ത് പരിശോധിച്ച് പഠിക്കാൻ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളെ ഉപയോഗിച്ച് പഠിച്ച് സ്വതന്ത്ര, അതായത് വില്യം മാരിയം ബ്രൺഹാം ദുരുപദേശം പഠിപ്പിച്ച് ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടുപോകുന്നു. അത് ഇന്ന് ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇത് ഞങ്ങൾ ഒരാഴ്ച മുമ്പ് ചെയ്ത ലൈവാണ്. ഇത് ഇപ്പോൾ ഈ കാണുന്ന 2ാമത്തെ വീഡിയോ ആണ് അവർ ചെയ്തത്. അതിന് ഞാനില്ലായിരുന്നു. ഞാനോട് ചെയ്ത ലൈവ് വേറെയാണ്. അപ്പോൾ ഇനി വരുന്നവരെങ്കിൽ തലമുറയെങ്കിലും ഇത് കേട്ട്, അതായത് ഇവർ പഠിപ്പിക്കുന്ന ഇത് കേട്ടിട്ട് ദുരുപദേശത്തിൽ നിന്നും പിന്മാറി വരണമെന്ന്. ഇദ്ദേഹം പഠിപ്പിക്കുന്നത് ശുദ്ധ ഭോഷ്ക. ഓക്കെ, ഇനി ഒന്നുകൂടെ പറയുന്നുണ്ട്. തീരാൻ ഇടയാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാം. ഇല്ലെങ്കിൽ സമയത്തിന്റെ പരിമിതി വെച്ച് നമുക്ക് നിർത്താം. ഈ വീഡിയോ അനേകരുടെ കണ്ണ് തുറക്കാൻ ഇടയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, തീർന്നിട്ടില്ല, ഇനിയുണ്ട് 2 വീഡിയോയുടെ ഉണ്ട്, ചെറിയ 2 വീഡിയോയുടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിന് ഇദ്ദേഹം ഇവിടെ പറഞ്ഞ ശുദ്ധ ഭോഷ്ക, ഇത് മത്തായി 24-ാമത്തെ അധ്യായത്തിൽ യേശു ശിഷ്യന്മാരുമായിട്ടിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ യെരുശലേം ദേവാലയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയും. അപ്പോൾ അവരവിടെ 3 ചോദ്യം ചോദിക്കുന്നുണ്ട്. 3 ചോദ്യം. അതിൽ 1ാമത്തെ കാര്യം സംഭവിക്കും എന്ന് യേശു പറഞ്ഞ കാര്യം സംഭവിച്ചു കഴിഞ്ഞു. ആ കോട്ടിങ്സ് ആണ് ലൂക്കോസ് 21, 22, 23. ഇതിനെ ഇദ്ദേഹം പറയുന്നത് മഹോദര കാലത്ത് സംഭവിക്കേണ്ടതാണെന്ന്. നോക്കൂ, ഈ അദ്ദേഹത്തെയൊക്കെ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പറ്റുമോ? 2000 വർഷം ഏകദേശം യേശു ഉയർത്തെഴുന്നേറ്റ് പോയി 40 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ദേവാലയം തകർന്നു. ഞാനത് പറയാം. ആ കാലത്തേക്ക് സംഭവിക്കാൻ പോകുന്നതിന് യേശു മുൻകൂട്ടി പറഞ്ഞ കാര്യം ഇനിയും സംഭവിച്ചിട്ടില്ല. മഹോദര കാലത്താണ്, വലുതും ഭയങ്കരമായ നാൾ വരുമ്പോഴാണ് എന്ന് പറഞ്ഞ് തെറ്റായിട്ട് ഞങ്ങൾ തെറ്റാണെന്ന് കാണിക്കാനായിട്ട് എടുത്ത വചനം ഏതെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. മത്തായി 24 ശ്രദ്ധിക്കുക.
ശിഷ്യന്മാർ പറയാണ് യേശു ദേവാലയം, മറ്റേ 24, യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ? യേശുവിനോട് ചോദിക്കുകയാണ്. ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അതായത് അവർ ചൂണ്ടിക്കാണിച്ച വലിയ മനോഹരമുള്ള യഹൂദന്മാർ വലിയ പ്രൗഢിയോടെ വച്ചിരിക്കുന്ന ഈ യെരുശലേം ദേവാലയം ഇടിഞ്ഞു പോകും. ഒരു കല്ല് മറ്റൊരു കല്ലിൻ്റെ മുകളിലുണ്ടാകില്ല. ആ തരത്തിൽ ഒന്നൊന്നൊന്നായിട്ട് ചിതറിപ്പോകുമെന്ന. ഒരു കെട്ടിടം ഇടിഞ്ഞാൽ എന്തായാലും കൂടുതലുണ്ടാവും. ഇതിനിടയിൽ ദുരുപദേശമൊക്കെ പടർന്നു. യെരുശലേം ദേവാലയത്തിൻ്റെ വാതിലുകളെല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു, സ്വർണം കൊണ്ടൊക്കെ പണിതിരുന്നു. അത് തീയിട്ടപ്പോൾ അത് ഉരുകി ഇതിനിടയിലൊക്കെ വീണിട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ സ്വർണം കുത്തിയെടുക്കാനായിട്ട് ഓരോ കല്ലിൻ്റെ ഓരോരോ കല്ലിൻ്റെ ഇടയിലും ഉരുകി ഇറങ്ങി എന്ന് പറഞ്ഞ് ഓരോ കല്ലും മാറ്റി നോക്കി. യേശു പറഞ്ഞ വചനാന്ന് നിവൃത്തിയായി. യേശു ഉയർത്തെഴുന്നേറ്റ് 40 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വാസ്തവത്തിൽ തീത്തോസിൻ്റെ സൈന്യം അവിടെ വന്നപ്പോഴത്തേക്ക് അവരെല്ലാം കുത്തി ഇളക്കി വന്നു കഴിഞ്ഞു. ഏകദേശം കുറേ കാലം കഴിഞ്ഞിട്ട്, കുറേ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം അവർ ദേവാലയം ഇടിച്ചത്. ഓക്കെ, ഇനി ഇവിടെ അങ്ങനെ യേശു പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. മത്തായി 24:3 3 ചോദ്യം അവിടെ ചോദിക്കുകയാണ്. ലോകത്തെ എല്ലാ സംഘടനാ സഭകളും ഇതിനെ ഒന്നാക്കിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. അതാണ് ഇദ്ദേഹം 18 വർഷം ഇവിടെ നിന്നിട്ടും ഇപ്പോൾ പൈശാചിക സഭയായ, അതായത് ദൈവിക വെളിപ്പാടിലല്ല, അത് ഒരു കാലത്ത് ദൈവിക വെളിപ്പാടിലായിരുന്നു. പുതിയ സന്ദേശം വന്നപ്പോൾ അതിനോടൊപ്പം നിൽക്കാതെ പഴയത് നിൽക്കുന്നെങ്കിൽ മരിച്ചു പോകും. അതാണ് ഈ മിസ്റ്റായ്മ പുറപ്പെട്ടവർക്കുള്ള മന്ന. ഇന്നത്തെ മന്നയാണ് ഇന്ന് ഉപയോഗിക്കേണ്ടത്. അതെടുത്ത് വെച്ച് ഇന്ന് ചത്തുപോകും. ഓക്കെ, അവിടെ 3 കാര്യങ്ങൾ പറയുന്നു. ഒന്നാമത്തത്, ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കും? ഏത്? ഇതാണ് ഒന്നാമത്തത്. ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഈ അത് എപ്പോൾ സംഭവിക്കും, അതായത് യെരുശലേം ദേവാലയം എപ്പോൾ ഇടിയും? ഇത് സംഭവിച്ചിട്ട് 2000 വർഷമായി. ഇദ്ദേഹം ഇന്നും ഇത് മനസ്സിലാക്കിയിട്ടില്ല. ഇദ്ദേഹമാണ് പുരോഹിതൻ. അനേക സഭകളിൽ പഠിപ്പിക്കാൻ പോകുന്നു, അനേകം ജനത്തെ പഠിപ്പിച്ച് നന്മയിലേക്ക് നയിക്കുന്നു, സത്യത്തിലേക്ക് നയിക്കുന്നു, ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക്. എന്ത് ഭോഷത്ര ബ്രദറെ നിങ്ങൾ പഠിപ്പിക്കുന്നത്? നിങ്ങളെക്കാളും വീണ്ടും പകുതിയെ വന്നുള്ളൂ. കൃപയാൽ കർത്താവ് എന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കുകയോ, ഞാൻ സംസാരിക്കാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഇത് കേട്ടിട്ട് ശരിയാണെന്ന് തോന്നുന്ന ആർക്കെങ്കിലും, കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുള്ള ആർക്കും, എൻ്റെ വാട്സപ്പ് നമ്പർ 9801503886. വാട്സപ്പിലൂടെ ഞാൻ ധാരാളം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞാനത് അയച്ചു തരാം. അല്ലെങ്കിൽ ലിങ്ക് സംസാരിച്ച് പല സഭകളുടെയും പുരോഹിതന്മാരായിട്ട് സംസാരിച്ചു, അനിൽ കൊടുത്തായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ ഇദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, വേറെ പുരോഹിതന്മാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാം യൂട്യൂബിലുണ്ട്. സത്യരാജ് SS അനിൽ എന്നാണ് ഫേസ്ബുക്കിൻ്റെതും ലിങ്കും. ഫേസ്ബുക്കിൻ്റെതും യൂട്യൂബ് ലിങ്കിൻ്റെ ഇത് ID ഇത് തന്നെയാണ്, സത്യരാജ് SS അനിൽ. ഓക്കെ, അപ്പോൾ അതെപ്പോൾ സംഭവിക്കും? ഒരു ചോദ്യം. 2, നിൻ്റെ വരവിനും, അപ്പോൾ അടുത്ത കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ചോദിക്കുന്നു. അടുത്തതോ, ലോകാവസാനത്തിനും അടയാളം എന്ത്? 3 ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. 3 തന്നെ, 3 സമയത്ത് നടക്കുന്നത്. 1, ഈ യെരുശലേം ദേവാലയം എപ്പോൾ ഇടിയും. 2, കർത്താവിൻ്റെ വരവ്, രണ്ടാമത്തെ വരവ്. പിന്നെ ലോകത്തിൻ്റെ അവസാനം. കർത്താവിൻ്റെ വരവോടുകൂടി ലോകം ഉടനെ അവസാനിക്കുന്നില്ലല്ലോ, വീണ്ടും കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. അപ്പോൾ ഇനി ഇതാണ് ഇത് എപ്പോൾ സംഭവിക്കും എന്നതിൻ്റെ കാര്യം. 21 ഇദ്ദേഹം എടുത്തിൽ തെളിക്കുന്നില്ല. നിങ്ങൾ ബൈബിൾ എടുക്കുക, ലൂക്കോസ് സുവിശേഷം 21-ാമത്തെ അധ്യായം, അതിൻ്റെ 20 മുതൽ നോക്കാം. ഇദ്ദേഹം എടുത്തത് 22, 23 ആണ്. 20 മുതൽ എടുക്കാം. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അതായത് അവർ കാണിച്ച വലിയ പ്രൗഢിയോടുകൂടി കാണിച്ച യെരുശലേം ദേവാലയത്തിൽ സൈന്യം വളയും. അപ്പോൾ അതിൻ്റെ ശൂന്യം ആയി എന്ന് നിങ്ങൾ കരുതിക്കൊള്ളണം. അതാണ് തീത്തോസിൻ്റെ സൈന്യം വന്ന് അവിടെ വളഞ്ഞു, യെരുശലേം ദേവാലയം ഇടിഞ്ഞു അടുത്ത് എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അന്ന്, ഏത് സൈന്യം വന്ന് വളയുന്ന സമയത്തുള്ള കാര്യമാണ്, അന്ന് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. അതായത് സൈന്യത്തിൻ്റെ അടുക്കൽ ഇത് ഇവിടെ വന്നാൽ കൊന്നുകളയും. അതിൻ്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകാതെ നാട്ടുംപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് നമ്മൾ സഭയെ പഠിപ്പിക്കുന്നതാണ്, പറഞ്ഞുതരാം. പഴയ നിയമത്തിൻ്റെ വചനമുണ്ട്, നിൻ്റെ ജനത്തിനൊരു കഷ്ടത വരുമ്പോൾ നിൻ്റെ ആലയത്തെ നോക്കി, ശലോമോൻ പ്രാർത്ഥിച്ചതാണ്, നിൻ്റെ ആലയത്തെ നോക്കി പ്രാർത്ഥിച്ചാൽ നീ അവരുടെ പ്രാർത്ഥന കേൾക്കണം. ദൈവം അത് അംഗീകരിച്ചു. അപ്പോൾ തീത്തോസിൻ്റെ സൈന്യം വന്ന് പള്ളി വളഞ്ഞപ്പോൾ കുറേ കാലം ഇവർക്ക് എല്ലാ ദിവസവും യെരുശലേമിൽ പോകും. ആഴ്ചയിലൊരിക്കൽ പോകുന്നവരുണ്ട്, മാസത്തിലൊരിക്കൽ പോകുന്നവരുണ്ട്, വർഷത്തിലൊരിക്കൽ പോകുന്നവരുണ്ട്, എല്ലാ ദിവസവും പോകുന്നവരുണ്ട്. അകൃത്യയാഗം, പാനീയാഗം, ഭോജനയാഗം, പിന്നെ നേർച്ചകൾ,
അവരെ തന്നെ യാഗം അർപ്പിക്കാൻ പോകുന്നത് എല്ലാ ദിവസവും പോകുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ മുടങ്ങി ആഴ്ചകളോ മാസങ്ങളോളം തീർത്തോസ് സൈന്യം അവിടെ വന്നിട്ട് ഈ യെരൂശലേം ദേവാലയത്തിലെ സ്വർണ്ണങ്ങളും രത്നങ്ങളും എല്ലാം കുത്തി ഇളക്കി എടുക്കുന്ന സമയം അവരവിടെ യുദ്ധം നടന്നില്ല. ആ സമയത്ത് അവിടെ പോകരുതെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഈ ജനം എന്ത് ചെയ്തു? ഇതുപോലെ പിശാചുകൾ പഠിപ്പിക്കുന്നവർ എന്ത് ചെയ്തു? പുരോഹിതന്മാർ പറഞ്ഞു, പഴയ നിയമത്തിൽ വചനമുണ്ട്, അതായത് യഹോവ ഒരു വചനം പറഞ്ഞിരിക്കുന്നു, യഹൂദൻ്റെ ഒരു കഷ്ടത വരുമ്പോൾ നിന്റെ ആലയത്തിൽ നോക്കി മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കും. നോക്കൂ, അത് ആ കാലത്തേക്കായിരുന്നു. പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന കാലം കഴിഞ്ഞു. യേശു വന്നതോടുകൂടി ഇനി യേശുവിനെ കേൾക്കണമെന്ന് യെശയ്യാ പ്രവാചകൻ 18-ാമത്തെ അധ്യായം യെശയ്യാ പ്രവാചകൻ 18-ാമത്തെ അധ്യായം 18-19 വാക്യം വായിച്ചു നോക്കുക. ഈ ഒരൊറ്റ വചനം അന്ന് യേശു വന്ന കാലത്ത് എല്ലാ ജനവും തള്ളിക്കളഞ്ഞുകൊണ്ട് സകലതിനെയും കൊന്നുകളഞ്ഞു. ഇന്ന് യേശുവിനെ കേൾക്കേണ്ട സമയമല്ല. അതായത് യേശു ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞതിനെല്ലാം മുഴുവനും അങ്ങനെ എടുക്കാനുള്ളതല്ല. യേശു പറഞ്ഞു, ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് വരും, അവൻ അപ്പോസ്തലന്മാരിലൂടെ വഴി നടത്തും, അവരെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, അവനെ തള്ളുന്നവൻ എന്നെ അയച്ചവനും തള്ളുന്നു. ഇതുപോലെ തന്നെ യെശയ്യാ പ്രവാചകൻ 19 പറയുന്നുണ്ട്, എൻ്റെ വചനം ഞാൻ അവൻ്റെ നാവിൽ മേലാക്കി, ഞാൻ അന്ന് അവരോട് കൽപ്പിക്കുന്ന എൻ്റെ വചനം യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ ഞാൻ അവനോട് ചോദിക്കും. ഈ ആത്മീയ അന്ധരായ ഇന്നത്തെ ഇവരെ പോലെ, കത്തോലിക്ക മുതൽ പെന്തക്കോസ്തോലിരിക്കുന്ന സഭകളിലെ പുരോഹിതന്മാരും വിശ്വാസികളെയും പോലെ നോക്കൂ, അങ്ങനെ ആയിരുന്നു. ഇതുപോലെ എൻ്റെ അടുക്കൽ ഒരു ബ്രദർ വന്നത് ഇതുപോലെ ശക്തമായി തന്നെ സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് ആ കാലത്തിൻ്റെ സഭ അല്ലാത്തതുകൊണ്ട് അതിനെ വിട്ടിട്ട് ഈ കാലത്തിൻ്റെ വെളിപ്പാടിലേക്ക് വരാൻ കഴിഞ്ഞത്. അപ്പോൾ അന്നത്തെ പുരോഹിതന്മാർ പറഞ്ഞത് എന്താ? ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, യഹോവ. ഞങ്ങൾ ജാരസന്തതികളല്ല. യോഹന്നാൻ 8 വായിച്ചു നോക്കുക അവസാന ഭാഗങ്ങളിൽ. ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ്. അപ്പോൾ യേശു പറഞ്ഞു, അബ്രഹാം എന്നെ മാനിച്ചതേ ഉള്ളൂ, എന്നെ ഉപദ്രവിച്ചില്ല. അപ്പോൾ ഈ വന്നിരിക്കുന്നത് യഹോവ തന്നെ. അതല്ലേ മലാഖി പറഞ്ഞ, യഹോവയ്ക്ക് വഴിയൊരുക്കുന്നവൻ ഏലിയാവിൻ്റെ ആത്മാവുമായി. യോഹന്നാൻ സ്നാപകൻ വഴിയൊരുക്കിയില്ലേ? യെശയ്യാ 40:3 ദൈവത്തിന് യഹോവയ്ക്ക് പെരുവഴി ഒരുക്കുവാൻ. മത്തായി 3 വായിച്ചു നോക്കുവോ? യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. തൊട്ട് പിന്നാലെ വന്നാര്? യേശു ക്രിസ്തു. അത് തന്നെ ദൈവം, യഹോവ പറഞ്ഞപ്പോൾ യേശു എന്ന് വിളിക്കാൻ പറയും. എന്തുകൊണ്ട്? പാപങ്ങളുടെ മോചനത്തിനായി യേശു എന്ന് പേരിടണം. അപ്പോൾ യേശു ക്രിസ്തു നാമത്തിലാണ് പാപമോചനം. അതുകൊണ്ടാണ് സ്നാനം കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അപ്പോസ്തലർ 2:38. അങ്ങനെ സ്നാനപ്പെടാത്ത ഒരു വ്യക്തിയുടെ പാപം മോചിച്ചിട്ടില്ല, മറയ്ക്കപ്പെട്ടിട്ടുണ്ട് ഈ കാലത്തും. പഴയ നിയമകാലപ്പതോ പോലെ ഒരിക്കലും എന്നേക്കും മോചിച്ചിട്ട് അവർ നീതീകരണപ്പെട്ട് വിശുദ്ധീകരിച്ച് യേശു ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ ഈ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം തന്നെ സ്വീകരിക്കണം. അതുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വരിക, വാട്സപ്പിലൂടെ അറിയിച്ചു തരാം, അല്ലെങ്കിൽ നേരിട്ടോ ഇതുപോലെ സംസാരിക്കാം. ഓക്കെ. അപ്പോൾ അന്ന് ഈ സൈന്യം വന്ന് വളഞ്ഞപ്പോൾ അവരെന്ത് പറഞ്ഞു? ഇങ്ങനെ ഒരു പഴയ നിയമത്തിൽ വചനം കിടക്കുന്നു, നമുക്ക് ആ വചനപ്രകാരം നമുക്കെല്ലാം ചർച്ചിലേക്ക് പോകാമെന്ന്. ഇവരെല്ലാം ഏകദേശം 65 ലക്ഷത്തോളം ജനങ്ങളെന്തോ തീത്തോസ് സൈന്യം കൊന്നൊടുക്കി. ഇവരെല്ലാം പണ്ടത്തെ ഒരു വചനത്തിൽ വിശ്വസിച്ചു. ദൈവം അവരെ ഒന്നും കണക്കിലെടുക്കില്ല. കാര്യം എന്താ? ഈ സൈന്യം വന്ന് വളയുന്ന കാലത്തിലേക്ക് നോക്കൂ. യെശയ്യാ പ്രവാചകൻ 18 വായിക്കുമോ? 18-19 അന്നാളിൽ എൻ്റെ വചനം ഞാൻ അവൻ്റെ നാവിന്മേലാക്കും. അതായത് പുത്രൻ യേശു ശരീരത്തിന്മേൽ, നാവിൻ്റെ ശരീരത്തിന്മേലാക്കി ഞാൻ അവരോട് കൽപ്പിക്കുന്ന എൻ്റെ വചനം ഏതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ ഞാൻ അവനോട് ചോദിക്കും. അപ്പോസ്തല പ്രവൃത്തി 3:22 വായിച്ചു നോക്കുക. അപ്പോൾ യേശുവിനോട് സംസാരിച്ചത് യഹോവ, ദൈവത്തിൻ്റെയാണ് ബോഡി. യേശു ക്രിസ്തു എന്നത് ആ സമയത്ത് ദൈവത്തിൻ്റെ പേര്. ഈ വില്യം മാരിയം ബ്രൻഹാമിൻ്റെ മെസ്സേജിനകത്ത് ഒരാൾ എന്നെ പഠിപ്പിച്ചാണ് കേട്ടോ. സഹോദര, ഇതിനകത്തോട്ട് ദുരുപദേശം ധാരാളം ഉണ്ട്. അദ്ദേഹം എന്നെ വിളിച്ച് പറയാണ്, സഹോദര, ഈ കാലത്ത് ഇത് കേട്ടിട്ട് ആരും തിരിഞ്ഞു പോകുന്ന വേണ്ട, ദൈവത്തിൻ്റെ ആട് കേട്ടിരിക്കും. ഇദ്ദേഹത്തെ ഇതുപോലത്തുള്ള നുണകൾ കേട്ടിട്ടൊന്നും പോയില്ല, ഞാൻ പോയില്ലല്ലോ. പിന്നെ ഇത് തന്നെ മനസ്സിലാക്കി. സഹോദര, ഈ കാലത്ത് യേശു ക്രിസ്തുവിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? നോക്കൂ, ഇനി ദുരുപദേശകർ കളിയും തമാശയും പറഞ്ഞ് ഇതിനെ വൽക്കരിക്കാൻ ഉള്ള ആൾക്കാർ ഇതിനെ തന്നെ എടുക്കും. എന്നാലും വേണ്ടില്ല, അവർക്കൂടെ വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കണമല്ലോ 3 ടൈപ്പിനും. എന്നെ ദൈവം ഉപയോഗിച്ച് ഞാൻ പറയണമല്ലോ. എന്നെ ഒരാൾ പഠിപ്പിച്ചാണ്, ഒരു പുരോഹിതൻ പഠിപ്പിച്ചാണ്, ഈ കാലത്ത് യേശു ക്രിസ്തുവിൻ്റെ പേരാണ് വില്യം മാരിയം ബ്രൻഹാം. പിശാചാണ് അദ്ദേഹത്തെ ഉപയോഗിച്ചത്. കുറേ കാലം അത് വിശ്വസിച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ വെളിപ്പാടുകൾ മനസ്സിലായി. ഒരു മെസ്സേജ് ഇവിടെ കേട്ടു. ഒരു മെസ്സേജ് ആ കാലം കഴിഞ്ഞ ശേഷം ഒരു മെസ്സേജ് കേട്ടപ്പോൾ ഇദ്ദേഹം സംസാരിക്കുകയാണ്, നമുക്ക് നമ്മുടെ ചർച്ചിന് ബ്രൻഹാം കൂടാരം എന്നിടാം എന്ന്. അത് ടാബർനാക്കിൾ, പ്രാർത്ഥനാലയം, ബ്രൻഹാം ടാബർനാക്കിൾ. ഉടനെ പരിശുദ്ധാത്മാവ് തിരുത്തി, മെസ്സേജിലുണ്ട്, അതൊരു മനുഷ്യൻ്റെ പേരാകുന്നു, അതുകൊണ്ട് ആ പേര് വേണ്ട. ഇന്നും ഈ പേരാണ് ലോകത്താകമാനം എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്കെതിരെ തിരിയും. ഇത് അദ്ദേഹത്തിലൂടെ ദൈവം സംസാരിച്ചിരിക്കുന്നു, അതൊരു മനുഷ്യൻ്റെ പേരാണ്, അതുകൊണ്ട് സഭയ്ക്ക് ആ പേരിടണ്ട.
ആ പേര് തന്നെയാണ് ഈ ലോകത്തെ ഒരു 99% പേര് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് പരിശുദ്ധാത്മാവ് തിരുത്തിയിട്ട് അദ്ദേഹത്തിനോട് പറയാണ് ലിവിങ് ഗോഡ് ടാബർനക്കിൾ എന്നിടാം. ഇത് ബൈബിളിലൊരു വചനോ 1 തെസ്സലോനിയിലാണെന്ന് പറയുന്നുണ്ട്. അതായത് പുരുഷന്മാർ ഘനശാലികളായിരിക്കണം, പുരോഹിതന്മാർ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന അതിനകത്ത് അവിടെ പറയുന്നുണ്ട് ലിവിങ് ഗോഡ് ടാബർനക്കിൾ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭ. ഞാൻ എൻ്റെ സഭയ്ക്കും അത് തന്നെ, എൻ്റെ സഭ എന്ന് വെച്ചാൽ ഞങ്ങൾ കൂടി വരുന്ന ആ ആലയത്തിന് ലിവിങ് ഗോഡ് ടാബർനക്കിൾ എന്നിട്ടിരിക്കുന്നത്. നോക്കൂ, ബ്രൺഹാം ടാബർനക്കിൾ എന്നിട്ടിരിക്കുന്നു. അനേകം പേർ, കോടിക്കണക്കിന് പേർ. അപ്പോൾ 3 ടൈപ്പിലെ ജനത്തിന് വേണ്ടിയിട്ടും സംസാരിക്കുന്നത്. ഈ ജനത്തിന്, ഈ സഭയിലുള്ള ആൾക്കാരും ഇതിൻ്റെ എടുക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആട് എപ്പോഴും വളരെ ചുരുക്കമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ തീത്തോസിന് അവരെന്ന് പറഞ്ഞാൽ അവിടെ പോയി മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാമെന്ന്. അവിടെ ചെന്ന് അവർ എല്ലാം കുത്തി ഇളക്കിയിട്ട് രത്നങ്ങളും സ്വർണ്ണവും എല്ലാം എടുത്തിട്ട് പുറത്തിറങ്ങിയപ്പം ജനത്തെ കൊല്ലാൻ വളരെ എളുപ്പമായിരുന്നു. എല്ലാം വന്ന് ചുറ്റും നിൽക്കുന്നു, എല്ലാത്തിനെയും വെടിവെച്ച് കൊന്നു. 67 ലക്ഷത്തോളം ജനത്തെ കൊന്നൊടുക്കി. അതുപോലെ തന്നെയാണ് ഇന്ന്. യഹോവ പറഞ്ഞ വചനം, യേശു വരുന്ന കാലത്ത് യഹോവയായിരുന്നു അവർക്ക് എല്ലാവർക്കും വലുത്. എന്നാൽ അതേ യഹോവ തന്നെയാണ് എന്നൊക്കെ സമർത്ഥിക്കുന്ന വചനങ്ങളുണ്ട്. ഇന്ന് എന്നോട് തർക്കിക്കുന്നുണ്ട്, ഇത് യഹോവയാണെന്ന് പറയുമ്പോൾ അനേകം പേർ തർക്കിക്കുന്നുണ്ട്. കർത്താവ് അത് വേറെ കർത്താവ്, യഹോവ എന്ന കർത്താവ്, VD ജെയിംസ്, പിന്നെ ആരാണ് തോപ്പുവിള, പിന്നെ ഗുരുവിള, കുളഞ്ഞിക്കൊമ്പൽ, ഇവർ അങ്ങനെ ധാരാളം പേരുണ്ട്. ഇതെല്ലാം മരണത്തിലേക്കാണ്. ഒരുവനേ ഉള്ളൂ. ആ ഒരു ആത്മാവായ ദൈവം 3 രീതിയിലാണ്. ഇന്ന് പരിശുദ്ധാത്മാവോ അതും യേശുക്രിസ്തു തന്നെയാണ്. ആ ശരീരം പണ്ട് ആത്മാവിൽ നിന്ന് ഗോഡ് എബോവ് അസ്, ആത്മീകമായി. പിന്നെ ആ ദൈവം ശരീരത്തിൽ വന്നപ്പോൾ ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവൽ വിത്ത് അസ്. ആ ശരീരവുമായി അതേ ദൈവം മുകളിലേക്ക് പോയിട്ട് സെയിം ആത്മാവായി ഭൂമിയിലേക്ക് വന്നു. ഇപ്പോൾ ഗോഡ് ഇൻ അസ്, ആത്മീകമായി. 2 രീതിയിൽ, ആത്മീകമായും ഒന്നിൽ ശരീരത്തിലും. ഓക്കെ. അതുപോലെ ഇവിടെ യേശു വ്യക്തമായി പറയുകയാണ്, അന്നാളിൽ യെരുശലേം വളയുമ്പോൾ കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ഇത് ഇങ്ങനെ ഓടിപ്പോയവരുണ്ട് കേട്ടോ, വളരെ ചെറിയൊരു കൂട്ടർ. അവരെ നോക്കി ഇവർ കളിയാക്കുകയും ചെയ്തു. ഇന്ന് ഞങ്ങളെ നോക്കിയിട്ട് നിങ്ങളെല്ലാവരും കളിയാക്കുക, അനേകം പേർ കളിയാക്കുന്നത് പോലെ. ഓക്കെ. ഓടിപ്പോകട്ടെ. അതിൻ്റെ നടുവിലുള്ളവർ പുറപ്പെട്ട് പോകട്ടെ. നാട്ടുപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. ഇത് ഇങ്ങോട്ട് വരരുത്. അവരെല്ലാം ഇങ്ങോട്ട് വന്നു. എന്തുകൊണ്ടാണ്? യഹോവയുടെ വചനം കിടക്കുന്നു. ഇന്ന് അതുപോലെ മത്തായി 28:19 യേശു പറഞ്ഞതല്ലേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്ഥാനപ്പെട്ടാൽ മതി എന്ന് യേശു പറഞ്ഞതിരിക്കുകയല്ലേ. യേശു പറഞ്ഞത് നാമമില്ല, പിതാവ് നാമമാണ്. ഞാനൊരു പിതാവാണ്, ഞാൻ പുത്രനുമാണ്, ഞാൻ ഭർത്താവുമാണ്, മാമനുമാണ്. എൻ്റെ നാമം അതല്ലേ. എൻ്റെ പേര് സത്യരാജ്, അല്ലെങ്കിൽ ഇപ്പം സ്നാനമേറ്റ ശേഷം പോൾ ബ്രദർ എന്ന് വിളിക്കുന്നുണ്ട് ആത്മീയ ഫീൽഡിൽ എല്ലാവരും. ഇതുപോലെ പിതാവിനാണ് കർത്താവ്. അത് വിശദീകരിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ ലിങ്ക് അയച്ചുതരാം. പിതാവിനെയാണ് ദൈവമായ കർത്താവേ. ഈ പിതാവായ ദൈവത്തെ കർത്താവേ എന്ന് വിളിച്ചു. പുത്രനെയാണ് യേശു എന്ന് വിളിച്ചത്. അപ്പോൾ കർത്താവായ യേശു, പിതാവിന് കർത്താവ്, പുത്രൻ യേശു, കർത്താവായ യേശു, പരിശുദ്ധാത്മ വെച്ചാൽ ക്രിസ്തു. ഇതാ യേശു പറഞ്ഞ, നീ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ അതെ, ഞാൻ തന്നെയാണ് ക്രിസ്തു. പരിശുദ്ധാത്മാവായിട്ട് വരുന്നത് ഞാൻ തന്നെ. ഞാൻ പോയി മടങ്ങി വന്ന് ലോകാവസാനം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവല്ലേ ഇപ്പോൾ ഉള്ളത്? ഇല്ല, യേശു അങ്ങ് സ്വർഗ്ഗത്തിൽ ദൈവത്തിൻ്റെ വലതു ഭാഗത്തുനിന്നും അതിനുണ്ട്. അതെ, അങ്ങനെ തന്നെ സംസാരിക്കണം. 3 ടൈപ്പിൽ സംസാരിക്കണം. അതിൻ്റെ കുറേ വാക്യങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. എന്താ ഞാനിത് അറിയുന്നില്ലേ? പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഹൃദയം ഒരു വികാസമുണ്ട്, ഒരു വൈബ്രേഷൻ ഉണ്ടാകും. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയും. പരിശുദ്ധാത്മാവ് സഹായിക്കും. ഓക്കെ. അപ്പോൾ ഇന്ന് മത്തായി 28:19 അല്ല എടുക്കേണ്ടത്. ഇന്ന് കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്ഥാനം അപ്പോസ്തലന്മാരിലൂടെ സംസാരിച്ച അപ്പോസ്തല പ്രവൃത്തി 2:38, 8:16, 10:48, 19:5 ആ വാക്യങ്ങളാണ് എടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അന്നാൾ ദൂരെ ഓടിപ്പോയിക്കൊള്ളണം. ഇദ്ദേഹം എടുക്കുന്നത് അതിനെക്കുറിച്ചുള്ളതാണ്. എഴുതിയിരിക്കുന്നതെല്ലാം നിവർത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാലകാലമാകുന്നു. എപ്പോൾ? സൈന്യം വന്ന് വളഞ്ഞ്, പള്ളി വളഞ്ഞ്, ഇതെല്ലാം നടക്കുമ്പോൾ ആ കാലം പ്രതികാര നാൾ. ഈ പ്രതികാര നാളെ അത് മലാഖി 4:5-6 വില്യം മാരിയം ബ്രൺഹാമിലൂടെ ഏലിയാവിൻ്റെ ആത്മാവ് ഒന്ന് ചെയ്ത, വില്യം ബ്രൺഹാം ചെയ്തതല്ല, വില്യം ബ്രൺഹാമിലൂടെ. അദ്ദേഹം പണ്ട് ഇവിടെ ഉണ്ടല്ലോ. അദ്ദേഹം ഈ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹം ഇവിടെ 1-2 സഭകളിൽ ഉണ്ടായിരുന്നല്ലോ, ശുശ്രൂഷ ചെയ്തല്ലോ. എന്താ ദൗത്യം ചെയ്യാത്തത്? ഒരു ആത്മാവ് വരികയും ആ ആത്മാവ് ഇദ്ദേഹത്തിലൂടെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും. ഓക്കെ, മനസ്സിലാക്കണം. തെറ്റായി ഈ സഭകളിൽ പഠിപ്പിക്കുന്നവർ ധാരാളമുണ്ട്. ദുരുപദേശമുള്ളൂ 99%. അതുകൊണ്ട് തന്നെയാണ് വില്യം മാരിയം ബ്രൺഹാമിൻ്റെ കർത്താവ് സംസാരിച്ചത്, ഈ സഭയും വീണു പോകുന്നതായി ഞാൻ കാണുന്നു. ജ്ഞാനം വർദ്ധിക്കും, പിന്നെ ജ്ഞാനമാണ് വഴി നടത്തുന്നത്. ഞാൻ എന്തോ ആയി, എല്ലാം എനിക്ക് വെളിപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അങ്ങനെയുള്ളവരാണ് ഇന്നും അധികം പേരും. ഓക്കെ. ഇനി എഴുതിയിരിക്കുന്നതെല്ലാം നിവർത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു. ഇതിനാണ് അവിടെ കൊണ്ട് കണക്ട് ചെയ്യുന്നത്. ഈ പ്രതികാരവും മഹോദര കാലത്തുള്ള പ്രതികാരവും കണക്ട് ചെയ്ത് എവിടെ കൊണ്ടുവരുന്നു? മലാഖിയിൽ കൊണ്ടുവരുന്നു. ഭയങ്കരമായ നാൾ. കർത്താവേ സ്തോത്രം.
നോക്കടുത്ത്, ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്താ? ഈ കുഞ്ഞുങ്ങളെയൊക്കെ തൂക്കി പറക്കി അടുത്ത് മലകളിലേക്ക് ഓടിപ്പോകേണ്ടതുണ്ട്. അവർ പോയി മലകളിലേക്ക് ഓടിപ്പോയി. ആ ഓടിപ്പോയവർ രക്ഷ പ്രാപിച്ചു, താഴെ നിന്നവർ മരണത്തിലേക്ക് പോയി. അവർ ഓടിപ്പോയതവിടെ മലയെന്ന് വെച്ചാൽ പാറ. അവരൊരു പാറയിലേക്ക് ഓടിപ്പോയി. ആ പാറ ക്രിസ്തു ആയിരുന്നു. ആ മലയിലേക്ക് ഓടിപ്പോയവർ ക്രിസ്തുവിൻ്റെ വചനത്താൽ അവർ സംരക്ഷിക്കപ്പെട്ടു. അവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയി. ഇന്നും അങ്ങനെ തന്നെയാണ് 99% സഭകളും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദര, നിങ്ങളെ നരകത്തിൽ കൊണ്ടുപോകാനല്ല ഇതുപോലുള്ള ഒരു വ്യക്തികളെ പിശാച് ഉപയോഗിക്കും. നോക്കൂ, യേശുവിൻ്റെ കൂടെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു കേട്ടത് വിശ്വസിച്ചിട്ട് അന്നത്തെ പരീശന്മാർ, ശാസ്ത്രിമാർ, സന്നദ്ധ സംഘം, സദൂക്യർ, രാജാക്കന്മാർ അനേകം പേർ വിശ്വസിച്ച് സ്നാനമേറ്റ് യേശുവിനോടൊപ്പം കൂടി. എന്താ? സ്വർഗത്തൊരു മശിക വരുന്നു, അവനെ സ്വീകരിക്കണമെന്നും അപ്പോൾ പ്രവാചകന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നും യോഹന്നാൻ സ്നാപകൻ പറഞ്ഞപ്പോൾ കേട്ട് വിശ്വസിച്ച് സ്നാനപ്പെട്ട് യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ യേശുവിൻ്റെ ശുശ്രൂഷയെ മുഴുവൻ എതിർത്തു. അദ്ദേഹം ഇതല്ലേ ചെയ്യുന്നത്? വില്യം മരിയം ബ്രൻഹാമിലൂടെ ഏലിയാവിൻ്റെ ആത്മാവ് അന്നത്തെ 2 ഭാഗമുണ്ട്. അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക്. അത് ലൂക്കോസ് 1:15 വായിച്ചു നോക്കുക. ഒരു കാര്യമേ നിവർത്തിച്ചുള്ളൂ. ഒരു കാര്യം നിവർത്തിക്കുമ്പോഴും യോഹന്നാനിലൂടെ വിളിച്ചു കേട്ട് വന്നവർ യേശുവിനെ ധിക്കരിച്ചെങ്കിൽ, ഇന്ന് 2ാമത്തെ വിളിയും യേശു വരുന്നതിന് മുമ്പ് ഏലിയാവിൻ്റെ ആത്മാവുമായി വില്യം മരിയം ബ്രൻഹാമിലൂടെ വിളിച്ചു കേട്ട് വിശ്വസിച്ച് സ്നാനപ്പെട്ട് ഇവിടെ വന്ന ഇദ്ദേഹവും ഇന്ന് പുറത്തു പോയിട്ട് എതിർക്കുകയാണ്. പണ്ട് ഇതല്ലേ നടന്നത്. ഇതാ സഭാപ്രസംഗം 1:9 പറഞ്ഞത്, സൂര്യന് കീഴെ പുതിയതായി ഒന്നും സംഭവിക്കില്ല, പണ്ട് സംഭവിച്ചത് തന്നെ വീണ്ടും സംഭവിക്കും. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം മുല കുടിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. അന്നുണ്ടായി, എല്ലാത്തിനെയും കൊന്നു. അടുത്ത്, അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴും. ഇനിയുള്ളത് കേട്ടോളണം, ഇദ്ദേഹം ഇനിയും പഠിപ്പിക്കുമായിരിക്കും. ഇതുപോലെ ആരെങ്കിലും തിരുത്തി കൊടുത്താലും തിരിയും തോന്നില്ല. എന്തുകൊണ്ടാണ്? ഇവർ കണ്ടാലും കാണാതെയും കേട്ടാലും ഗ്രഹിക്കാതെയും മനം തിരിഞ്ഞ് വരാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിനാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ശ്രദ്ധിച്ചോളുക. അയ്യോ കഷ്ടം, ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. അടുത്തത്, അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൂട്ടിക്കൊണ്ടുപോവുകയും. ഇദ്ദേഹം പറയുന്ന പ്രകാരം ഇവിടുന്ന് ജാതിയിൽ നിന്ന് മണവാട്ടിയെ എടുത്തു കഴിഞ്ഞ് മഹോദര കാലത്ത് ഭൂമിയിലുള്ള എല്ലാം സംഭവിച്ച് ഏകദേശം എല്ലാത്തിനും കൊന്നൊടുക്കിയ ലാസ്റ്റ് ഒരു ചെറിയൊരു അവശേഷം മാത്രം. ആ സമയത്താണ് ഈ രാജ്യത്വമെല്ലാം ക്രിസ്തുവിനാവുന്നത്. അന്നാണ് ഈ പ്രതികാര ദിവസം വന്ന് ഇവിടെ ജാതികളുടെ ഇടയിലേക്ക്, അതായത് തീത്തോസ് സൈന്യം വന്ന് പള്ളി വളഞ്ഞ് പിടിച്ചതിന് ശേഷം യഹൂദന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജാതികൾ, നമ്മളിപ്പോൾ ഇവിടെ എറണാകുളത്തുണ്ടല്ലോ, മട്ടാഞ്ചേരിയിലുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ഉണ്ടല്ലോ യഹൂദന്മാർ. ജാതികളുടെ ഇടയിലല്ലേ പോയത്? ഇസ്രായേലിൽ നിന്ന് കുറച്ച് പേരല്ലേ മടങ്ങിപ്പോയിട്ടുള്ളൂ. കർത്താവേ, അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോരുകയും അതാ കേട്ടോളണം, ജാതികളുടെ കാലം തികയുവോളം. ഇപ്പോഴും തികഞ്ഞിട്ടില്ല. ഇദ്ദേഹം പറയുന്നത് ജാതികളുടെ കാലമെല്ലാം തികഞ്ഞു പോയി മണവാട്ടിയെടുത്ത് യഹൂദന്മാരെ എടുത്തതിന് ശേഷം മഹാക്രോധ ദിവസത്തിൽ സംഭവിക്കേണ്ടതെന്ന്. ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളയും. ഈ യെരുശലേം ദേവാലയം ചവിട്ടിക്കളയുന്നത് ഇപ്പോഴാണ്. തീത്തോസ് രാജാവ് ഇടിച്ച് പൊളിച്ചതിന് ശേഷം ഇന്ന് അവിടെ അൽ-അക്സ എന്ന് പറഞ്ഞൊരു പള്ളി ഉണ്ടാക്കി വെച്ചിട്ട് ജാതികൾ, മുസ്ലിംസാണ് അവിടെ ആരാധിക്കുന്നത്, അവർ ചവിട്ടിക്കളയുന്നത്. എപ്പോൾ? ജാതികളുടെ മണവാട്ടിയായ ഒരു ചെറിയൊരു അംശം, 1% 99% പോക്കാം, 1% അതിന് എണ്ണമുണ്ട്. ആ സംഖ്യ തികയുവോളം സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോയി ജാതികളുടെ കാലം തികയോളം. ഇത് വേറൊരിടത്തിലാണ് പറഞ്ഞത്, ജാതികളുടെ സംഖ്യ തികയോളം. അപ്പോൾ ആ കാലം തികഞ്ഞിട്ടില്ല. ഈ കാലം കർത്താവിൻ്റെ വരവിൽ, 2ാമത്തെ വരവിൽ മണവാട്ടിയെ കൊണ്ടുപോകുന്നത് വരെയും യഹൂദന്മാർ ചെതറിക്കും, അവർ ജാതികളുടെ ഇടയിലായിരിക്കും. ഇദ്ദേഹം പറയുന്നത് ഇനി സംഭവിക്കാൻ പോകുന്നതാണെന്ന്. എത്ര ആത്മീയ അന്ധത! കാലം തികയോളം ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളയും. ഇതടുത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. ഇപ്പോൾ അല്ലേ സ്പേസിൽ പോകുന്നത്, ചൊവ്വയിലും. ഇനി സൂര്യനിലേക്ക് പോകണമെന്നാണ്. സൂര്യനിലുണ്ടാകുന്ന ഒരു കെമിക്കലാണ്, അതിന് 1 കിലോ ഭാരമുള്ള ആ ഒരു കെമിക്കൽ. അത് കൊണ്ടുവന്നാൽ ഈ ഭൂമിയിൽ ഭൂമി മുഴുവനും 1 വർഷത്തേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടുന്ന ശക്തി അതിനുണ്ടെന്നാണ്. അതിൻ്റെ ചൂട്, അത് അത്രത്തോളം മൂലകങ്ങൾ അവിടെ ഉള്ളത്. അതിന് 1 കിലോ കൊണ്ടുവന്നാൽ ആലോചിച്ച് നോക്കൂ. സൂര്യനിലേക്ക് പോകാനിരിക്കുകയാണ്. അതായത് ഇന്നത്തെ ഗൺമെറ്റൽ, പല ടൈപ്പ് മെറ്റലുണ്ടല്ലോ, ചൂടിനകത്ത് ഉരുകാത്ത തരത്തിൽ മെറ്റലുണ്ട്. ആ തരത്തിലുള്ളൊരു മെറ്റൽ കൊണ്ട് ഒരു ഗ്രഹത്തെ ഉണ്ടാക്കി സൂര്യനിലേക്ക് ചെന്ന് അവിടെ നിന്ന് അതിനെ ചൊവ്വയിൽ നിന്ന് നമ്മൾ പാറകഷ്ണങ്ങൾ കൊണ്ടുവന്ന പോലെ സൂര്യനിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ ശ്രമിക്കുകയാണ്. ഇവർ പഠിച്ചിരിക്കുന്നത് 1 കിലോ ഭാരമുള്ള ആ വസ്തു കൊണ്ടുവന്നാൽ 1 വർഷം ഭൂമി മുഴുവനും നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജം അതിൽ നിന്ന് കിട്ടുമെന്ന്.
ലക്ഷ്യങ്ങളുണ്ടാകുന്നു ഇപ്പോഴല്ലേ ഗ്രഹങ്ങളിൽ. സൂര്യനിലും ചന്ദ്രനിലും ഗ്രഹങ്ങൾ ഉണ്ടാകും. അടുത്ത് കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിൽ ജാതികൾ നിരാശയോടെ പരിഭ്രമം ഉണ്ടാകും. ഇതല്ലേ സുനാമി? കടലിലെ തിരമാലകൾ ഇളകിയതല്ലേ സുനാമി? ഇതൊക്കെ മഹോദരകാലത്ത് സംഭവിക്കേണ്ടതാണെന്ന്. എന്ത് വിഡ്ഢിത്തമാണ് ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെയും അബ്രാംകുട്ടി പാസ്റ്ററിനെയും വേറെ നേരത്തെ കണ്ടല്ലോ 1-2 ഇതിനകത്ത് വന്നിരുന്നത്, അവരൊക്കെ ശുദ്ധ ഭോഷ്ക പഠിപ്പിക്കുന്നത്. ഒരു ചെറിയ ശതമാനം ജനം സത്യം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയായത് വേണമെങ്കിൽ വിളിക്കുക, പറഞ്ഞു തരാം. ഇനി 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട് ഇദ്ദേഹം പഠിപ്പിക്കുന്ന വേറെയും ശുദ്ധമായ ഭോഷ്ക്. മൂന്നാമത്തെ ഒരു വീഡിയോ കൂടി, 4 ഉള്ളൂ. ഇത് ചെറിയ ചെറിയ വീഡിയോകളാണ്. സർവശക്തനായ ദൈവമാണ്. ആ സർവശക്തനായ ദൈവത്തിന്റെ പ്രത്യക്ഷത ഭൂമിയിൽ സംഭവിക്കുന്ന നാളിന് മുമ്പ് ഏലിയ വരേണ്ടതെന്നാണ് പത്രോസിന്റെ ചോദ്യം. അല്ലാതെ അവിടെ അന്നേരം കാണിച്ചു കൊടുത്ത ഒരു ഇത് മത്തായി 17 നമ്മളൊരു യൂട്യൂബിൽ ലൈവ് ചെയ്ത സമയത്ത് മത്തായി 17 യേശുവോടെ പറയുന്നത് 17-ന്റെ 11-ാമത്തെ വാക്യത്തിൽ, അതായത് മറുവ മലയിൽ നിന്ന് ഇറങ്ങി വരും അവിടെ കണ്ട ദർശനം ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും വരെ. ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിന് ഉടനെ തന്നെ ഇത് പറഞ്ഞ ഉടനെ തന്നെ മറ്റവന്മാർ വന്ന് പിടിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. ക്രൂശിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ഈ ദർശനം, അതായത് അവിടെ കണ്ട ദർശനം പറയരുത് എന്നാണ്. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, അതിന് മുമ്പേ, അതായത് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പേ ഈ ദർശനം ഇങ്ങനെ കണ്ടു, ഈ മറുരൂപപ്പെടുന്നത് ആ ദർശനം, ഇനി ആ ദർശനം തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ഒരു ദർശനം, അതായത് അന്ന് അവിടെ മോശ ഏലിയാവും വന്നു, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. യേശു ഉയർത്തെഴുന്നേറ്റത് കൂടി ആ ദർശനം അവിടെ സംഭവിച്ചല്ലോ. പഴയ നിയമകാലത്തുണ്ടായിരുന്നില്ലേ മോശ ഏലിയാവും, അവരവിടെ വന്നല്ലോ. അതുപോലെ അത് സംഭവം ഉയർത്തെഴുന്നേൽക്കുന്നതോടുകൂടി ബൈബിൾ പറഞ്ഞു പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാരുടെ കല്ലറകൾ പൊട്ടി അവർ എടുക്കപ്പെട്ടു. എപ്പോൾ? യേശുവിൻ്റെ ഉയർപ്പോടുകൂടി, ആ ക്രൂസ് മരണത്തോടുകൂടി പാപം മോചിക്കപ്പെട്ടു, യാഗം പൂർത്തിയായല്ലോ. അത് കഴിഞ്ഞ് യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവരുമായിട്ട് മുകളിലേക്ക് പോയി, 3-ാം സ്വർഗ്ഗത്തോളം വിശുദ്ധന്മാർ അബ്രഹാമിൻ്റെ മടിയിൽ. അതൊരു പർദീസ, അവിടെ വിശ്രമിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നത് ഇനി സംഭവിക്കാനുള്ള കാര്യമാണ്. അതും ഭോഷ്ക പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുതെന്ന് പറയുമ്പോഴാണ് അവരോട് ചോദിക്കുന്നത്, അതിന് മുമ്പ് എന്ന വാക്യം ഉപയോഗിക്കും. മുമ്പ് ഏലിയാവ് വരേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത്? ഈ ശാസ്ത്രിമാരൊക്കെ ദൈവവചനം പഠിച്ചിരുന്നവരാ, പക്ഷെ വെളിപ്പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് മലാഖിയിൽ പറഞ്ഞത്, മലാഖി 3-4 എന്താ പറഞ്ഞത്? യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ്, അവിടെയും മുമ്പ്. അപ്പം മുമ്പ് അയക്കുമെന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത് എന്ന് പറഞ്ഞത് തൊട്ട് താഴെ 11 പറയുന്നു, അവൻ വരും. അതായത് 2-ാമത്തെ ഭാഗം. 1-ാമത്തെ ഭാഗം യോഹന്നാൻ സ്നാപകൻ നിവർത്തിച്ചതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ ഈ ശിഷ്യന്മാരെ കിട്ടിയത്. അടുത്ത് 2-ാമത്തെ ഭാഗം പറയാണ് മത്തായി 17-11, അവൻ വരും, ഫ്യൂച്ചർ ടെൻസ് ആണ്, സകലരെയും യഥാസ്ഥാനത്താക്കും സത്യം. ഈ കാര്യം ഞാൻ പറഞ്ഞത് ഇന്ന് വില്യം മാരിയം ബ്രൻഹാമിലൂടെ മലാഖി 4-5-6 പറഞ്ഞ 2-ാമത്തെ ഭാഗം നിവർത്തിക്കുന്നതിന് ഉള്ള ഏലിയാവെന്ന് ശുശ്രൂഷിച്ച് പറഞ്ഞപ്പോൾ അതിനെയും തെറ്റെന്ന് കാണിക്കാൻ വേണ്ടി എടുക്കുന്നതും ഈ ലൂക്കോസ് സുവിശേഷത്തിലെ വചനവും മഹോദരകാലത്ത് പ്രതികാര ദിവസമുള്ള വചനങ്ങളും എടുക്കുന്നത്. എത്ര മണ്ടത്തരമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് കേൾക്കുക. എന്നിട്ട് ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. മത്തായി 17-ന്റെ താഴോട്ട് പറയുന്നുണ്ട്, അവൻ വരും, സകലരെയും യഥാസ്ഥാനത്താക്കും സത്യം എന്ന് യേശു പറയുന്ന 11-ാം വാക്യം ഫുൾ സ്റ്റോപ്പ്, തീർന്നു. അതൊരു പ്രവചനമാണ്, സംഭവിക്കാമെന്ന്. എന്നിട്ടോ, എന്നാൽ ഏലിയാവ് വന്നു, അവൻ മടങ്ങിപ്പോയി, നിങ്ങൾക്ക് ബോധിച്ചതല്ല അവനോട് ചെയ്തു. അത് യോഹന്നാൻ സ്നാപകൻ വന്നത്. ഇനി അവിടെ വന്നപ്പോഴോ 2 ഭാഗമുണ്ട്. മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്ക്, അതേ നടത്തുള്ളൂ. അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക്, അതേ നടന്നുള്ളൂ. ഇനിയും മക്കൾ, അതായത് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 4-14-15 പ്രകാരം പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും ആത്മാവിനാൽ വീണ്ടും ജനിപ്പിച്ചവർ ഏറെയില്ല, അത് ഞാൻ തന്നെ അല്ലയോ? അത് അപ്പോസ്തലന്മാർ, നമ്മുടെ അപ്പന്മാർ. അവരുടെ വിശ്വാസത്തിൽ അവർ ചെയ്ത അതേ സ്നാനത്തിലേക്ക് പോകണം. അന്ന് യേശു പറഞ്ഞപ്പോൾ അവർക്ക് യഹോവ വലുതായിരുന്നു. ഇന്ന് അപ്പോസ്തലൻ വന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് യേശുവാണ് വലുത്. ആ യേശുവാണ് അപ്പോസ്തലനോട് വന്ന പരിശുദ്ധാത്മാവ് എന്നതറിയാത്തത് കൊണ്ടാണ് 3 പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം വിഗ്രഹാരാധികളാണ്. ഈ ദൈവം അല്ലാതെ മറ്റെന്തിനായിരുന്നാലും ക്രിസ്ത്യാനികളും വിഗ്രഹാരാധികൾ തന്നെ. തൃത്വം പഠിപ്പിക്കുന്നവരെല്ലാം 3 വ്യക്തികൾ സെപ്പറേറ്റ്, പിന്നെ 3 ചേർന്ന 1. ഇതാണ് ശീതോഷ്ണവൻ. സെപ്പറേറ്റ് 3 എന്നാൽ 3 ചേർന്ന 1. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിൽക്കൂ. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കർത്താവ് എങ്ങനെയെങ്കിലും മാനസാന്തരപ്പെടുത്തി എടുക്കുമായിരുന്നു. ഇത് രണ്ടും ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് കേൾക്കുക. ട്രാൻസ് അല്ലെ ഒരു വിഷൻ, അതിനു മുമ്പ് ഏലിയാ വരേണ്ട വണ്ണോ നല്ല ചോദിച്ചത്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവിടെ എല്ലാം മനുഷ്യനെ കുഴക്കുന്ന, വഞ്ചിക്കുന്ന ഒരുപാട് തീരുമാനങ്ങൾ വില്യം ബ്രഹാം എടുത്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കും, ഇഷ്ടപ്പെടും. കാരണം ലോകത്തെ ഇനി ഇദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, കേട്ടോളുക. ഇതും ബൈബിളിലൊരു ഉദാഹരണമാണ്. ഇവരൊക്കെ പറയുന്നതിന് എല്ലാത്തിനും ബൈബിളിൽ ഇണവചനമുണ്ട്. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് പീലാത്തോസ് പറയുന്നു, യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് പീലാത്തോസ് പറയാണ്, പലതവണ അയച്ചു. പീലാത്തോസ് പറയുന്നത്, ഈ നീതിമാനിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. അവൻ തന്നെ പറയുന്നുണ്ട്, നിന്നെ അടിപ്പാനും വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ട്. എന്നിട്ട് എന്തിനാണ് ബറാബാസിനെ വിട്ടുകൊടുത്തുകൊണ്ട് യേശുവിനെ ക്രൂശിക്കാനും വിട്ടുകൊടുത്തത്? അപ്പം അവൻ്റെ ഈ പീലാത്തോസിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നു, ഇവൻ നീതിമാനാണ്, ഇവനിൽ ഒരു തെറ്റും കാണുന്നില്ല. ആ വാക്യത്താൽ അവൻ പിടിക്കപ്പെട്ടു, നരകത്തിൽ പോയി. അതുപോലെ ഇനിയുണ്ട്, ഇതുവരെയും വില്യം ബ്രഹാം ദുരുപദേശകനാണ് എന്ന് പറഞ്ഞ് തെറ്റുപഠിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നു, ദൈവം ഉപയോഗിച്ച മനുഷ്യനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ വായിലൂടെ വരുന്ന ഒരു കാര്യം കൂടെ ഒന്ന് കേട്ടോളണം. ലോകത്തിൽ ഇന്ന് വരെ ഇതുപോലെ ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിച്ചിട്ടില്ല എന്ന്. ഈ ഒറ്റ കാര്യം പോരെ ഇദ്ദേഹം നരകത്തിൽ പോകാനായിട്ട്? ദൈവം ഇത്രയധികം ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനില്ല. പക്ഷേ എല്ലാ കൾട്ടുപദേശം കേട്ടല്ല, ലോക ചരിത്രത്തിൽ ഇന്ന് വരെയും ദൈവം ഇങ്ങനെ ഉപയോഗിച്ചൊരു മനുഷ്യനില്ല എന്ന്. ശരി തന്നെയാണ്. ആഫ്രിക്കയിലൊക്കെ പല രാജ്യങ്ങളിൽ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ലോറി കണക്കിനാണ് സ്ട്രക്ചർ, വീൽ ചെയറുകൾ പറക്കി മാറ്റുന്നത്. ലോറി ഇവിടെ 2 or 3 ഒക്കെയാണ്, ബെനിഹിനും ബോങ്കയും വന്നിരുന്നാലും 5 or 10 ഒക്കെ ആയിരിക്കും. ലോറി വലിയ വലിയ കണ്ടെയ്നർ ലോറികളിലാണ് സ്ട്രക്ചർ വാരി കയറ്റി ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവന്ന കട്ടിലുകൾ, വീൽ ചെയറുകൾ, മറ്റേ സ്റ്റിക്ക്, ഇതെല്ലാം ലോറി കണക്കിനാണ് എടുത്ത് വാരി മാറ്റിയത്. മരിച്ച ജനം ധാരാളം. ഇന്ന് വരെയും ബെനിഹിനും ബോൺഗയും ഉയർപ്പിച്ച പോലെ അല്ല. അത് ബെനിഹിൻ പറയുന്നുണ്ട്, 7th ഏഞ്ചൽ തലയിലെ മുകളിൽ ഒരു ആകാശവില്ല്, ഒരു അഗ്നിസ്തംഭം കണ്ടതൊക്കെ ബെനിഹിൻ പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ഇട്ട് തരാം. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ദൈവം ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ദൈവം ഉപയോഗിച്ച ഇതുപോലൊരു മനുഷ്യനെ ഉപയോഗിച്ചിട്ടില്ല. ആ മനുഷ്യനെ നോക്കിയാണ് നിങ്ങൾ ദുരുപദേശം എന്ന് പറഞ്ഞത്. മോശയോട് ക്രുദ്ധിച്ചവരെല്ലാം വഴി തള്ളിയിട്ടെങ്കിൽ മോശയിൽ ഇരുന്നു കൊണ്ട് ദൈവം ഓരോന്ന് സൃഷ്ടിച്ചതുപോലെ ഇദ്ദേഹത്തിലിരുന്നും പലതും സൃഷ്ടിച്ചു, അതായത് വിളിച്ചു വരുത്തി. അതിനെയൊക്കെ നിങ്ങൾക്കറിയാതല്ല, ഇതിനകത്ത് 18 വർഷം ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ നരകവിധി എങ്ങനെ ഒഴിയും ബ്രദർ? എന്നിട്ട് ഇദ്ദേഹത്തിലൂടെ നടന്ന പ്രവചനങ്ങൾ, ഇപ്പോൾ ജർമ്മൻ മതിൽ കെട്ടുന്നതിന് മുമ്പേ ഇദ്ദേഹം പ്രവചിച്ചിരുന്നു. 33കളിൽ പറഞ്ഞിരുന്നു ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നു. കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ എടുത്തു വെച്ചിട്ട് എല്ലാം സംസാരിക്കാൻ പറ്റില്ല. താല്പര്യമുള്ളവർക്ക് പറഞ്ഞുതരാം. ഇവർ തന്നെ പറയുന്ന ഒരുപാട് തെറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഒന്ന് അല്പം കൂടെ. AD 1850 ശേഷം ആരംഭിക്കപ്പെട്ടത് മോർമോൺസ്, അത് ലേറ്റർ ഡേ സെയിൻസ് ആയി കഴിഞ്ഞാലും, അതുപോലെ മോർമോൺസ് ആയാലും, സാൽവേഷൻ ആർമി ആയാലും, സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ആയാലും, JW ആയാലും, വില്യം ബ്രഹാം ആയാലും, ഇതെല്ലാം ഒരു 18,500 ശേഷം ഒരു 1950 ഉള്ളിൽ എല്ലാ കൾട്ടുപദേശങ്ങളും വന്നു. ആമേൻ. ക്രിസ്തുവിന്റെ സുവിശേഷം ഇന്നും പച്ചയായി നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു. ഒരു മീഡിയേറ്ററിന്റെയും ഒരു മനുഷ്യന്റെയും ആവശ്യമില്ലാതെ ദൈവത്തിന്റെ സുവിശേഷം ഇന്നും എഴുതിയ കണ്ടോ, പരിശുദ്ധാത്മാവിന് ഒരു മനുഷ്യനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഈ അപ്പോസ്തലന്മാരെ ഉപയോഗിച്ച പരിശുദ്ധാത്മാവല്ലേ? അപ്പോൾ വില്യം മാരിയം ബ്രഹാമിലെ ദൈവാത്മാവ് അല്ല നടത്തിയെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അവസാനത്തെ വീഡിയോ, ഈ അബ്രഹാംകുട്ടി പാസ്റ്റർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടിയുണ്ട്. എന്നിട്ട് ഞാൻ ശരിയായ മറുപടി പറഞ്ഞ്, എന്നാലും ഒത്തിരി ഉണ്ട്, എന്നാലും ഇപ്പം നിർത്തുന്നു.